നമസ്കാരം. ക്രാക്ക് JRFൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2004 മുതൽ 2024 വരെ നടന്ന NTA നെറ്റ് എക്സാം അല്ലെ UGC എക്സാമിൻ്റെ പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. കേട്ടു പഠിക്കുക, എഴുതി വച്ച് പഠിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ചേരുംപടിയാണ് ഈ ചോദ്യം. എഴുത്തുകാരൻ്റെ മരണം, പാഠത്തിൻ്റെ സർവപ്രാമാണ്യം, അബോധ മനസ്സിൻ്റെ ഘടന ഭാഷയുടേതാണ്, ചിഹ്നശാസ്ത്ര പഠനം. എഴുത്തുകാരൻ്റെ മരണം, പാഠത്തിൻ്റെ സർവപ്രാമാണ്യം, അബോധ മനസ്സിൻ്റെ ഘടന ഭാഷയുടേതാണ്, ചിഹ്നശാസ്ത്ര പഠനം. ഇതാണ് ആദ്യമായി നൽകിയിരിക്കുന്ന ലിസ്റ്റ് 1. ലിസ്റ്റ് 2 ദെറിദ, ലക്കാൻ, ബാർത്ത്, ഉംബർട്ടോ എക്കോ, യുങ്. ഇതിൽ എഴുത്തുകാരൻ്റെ മരണം എന്നുള്ള ഒന്നാമത്തെ പോയിൻ്റ്, ദ ഡെത്ത് ഓഫ് ദി ഓതർ എന്ന് പറഞ്ഞിരിക്കുന്നത് ആര് എന്നുള്ളതാണ്. അത് ബാർത്താണ്. ബാർത്തിൻ്റെ യഥാർത്ഥ നാമം റൊളാങ് ബാർത്ത് എന്നാണ്. പാഠത്തിൻ്റെ സർവപ്രാമാണ്യം ദെറിദ. അബോധ മനസ്സിൻ്റെ ഘടന ഭാഷയുടേതാണെന്ന് പറഞ്ഞത് ലക്കാൻ. അബോധ മനസ്സിൻ്റെ ഘടന ഭാഷയുടേതാണെന്ന് പറഞ്ഞത് ലക്കാൻ. ചിഹ്നശാസ്ത്ര പഠനം ഉംബർട്ടോ എക്കോ. ചിഹ്നശാസ്ത്ര പഠനം ഉംബർട്ടോ എക്കോ. അപ്പോൾ ഇത്രയുമാണ്. ഈ ചിഹ്നശാസ്ത്ര പഠനത്തിന് സെമിയോട്ടിക്സും എന്നും പരീക്ഷകൾ ചോദിക്കാറുണ്ട്. സെമിയോട്ടിക്സ് അതുകൂടി ഓർത്ത് വെക്കണം. അതിൻ്റെ ഇംഗ്ലീഷ് നാമം ആണ് സെമിയോട്ടിക്സ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം പട്ടിക 1ഉം 2ഉം തന്നെയാണ്. കാൾ മാർക്സ്, ഗ്രാംഷി, ഹേബർമാസ്, റെയ്മണ്ട് വില്യംസ്. കാൾ മാർക്സ്, ഗ്രാംഷി, ഹേബർമാസ്, റെയ്മണ്ട് വില്യംസ്. കാൾ മാർക്സിൻ്റേതായിട്ട് ഇവിടെ ഓപ്ഷനിൽ നൽകിയിരിക്കുന്നത് എല്ലാം ഞാനൊന്ന് പറയാം ഒരുമിച്ച്. സംസ്കാരവാദം, മേൽക്കോയ്മവാദം, ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ, മേൽപ്പുര അടിത്തറവാദം. ഉത്തരമായിട്ട് വരുന്നത് കാൾ മാർക്സ് മേൽപ്പുര അടിത്തറവാദം. ഗ്രാംഷി എന്ന് പറഞ്ഞാൽ അന്റോണിയോ ഗ്രാംഷിയാണ്. മേൽക്കോയ്മവാദം. ഹേബർമാസ് ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ. ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ. റെയ്മണ്ട് വില്യംസ് സംസ്കാരവാദം. റെയ്മണ്ട് വില്യംസ് സംസ്കാരവാദം. അപ്പോൾ ഇതാണ് ഉത്തരം വരിക. അടുത്ത ചോദ്യം, സാഹിത്യം എന്ന ഭാഷാവസ്തുവിൻ്റെ അർത്ഥം സമഗ്രമായി ചോർത്തിയെടുക്കലാണ് യഥാർത്ഥ വിമർശനമെന്ന് വാദിച്ച സൈദ്ധാന്തികൻ ആര്? സാഹിത്യമെന്ന ഭാഷാവസ്തുവിൻ്റെ അർത്ഥം സമഗ്രമായി ചോർത്തിയെടുക്കലാണ് യഥാർത്ഥ വിമർശനമെന്ന് വാദിച്ച സൈദ്ധാന്തികൻ ആര്? ഗ്രീൻ ബ്ലാറ്റ്, ലൂക്കാച്ച്, ജീൻ ജാനറ്റ്, ജോൺ ക്രോ റാൻസം. ഗ്രീൻ ബ്ലാറ്റ്, ലൂക്കാച്ച്, ജീൻ ജാനറ്റ്, ജോൺ ക്രോ റാൻസം. ഈ പേരുകൾ ഞാൻ പറയുന്നത് ഈ അടുത്ത കാലത്തായിട്ട് ഇപ്പോൾ ആധുനികവാദം അല്ലെങ്കിൽ എന്തെങ്കിലും നവവിമർശനം കൊണ്ടുവന്നത്, അതായത് ന്യൂ ക്രിറ്റിസിസം, അതുപോലെ തന്നെ റിയലിസം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിലൊക്കെയുള്ള ഒരുമിച്ചുള്ള ആളുകളെ ഒരുമിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവരുടെ പേരുകൾ വായിച്ചു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഇല്ലാത്തവരെ റിജക്റ്റ് ചെയ്ത് കളയാൻ കഴിയും. ഇവിടെ ഉത്തരം വരിക ജോൺ ക്രോ റാൻസമാണ്. നവവിമർശനം അഥവാ ന്യൂ ക്രിറ്റിസിസം എന്നുള്ളതാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു ചിന്താ പദ്ധതിയിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹമാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്ന സൈദ്ധാന്തികൻ. സാഹിത്യം എന്ന ഭാഷാവസ്തുവിൻ്റെ അർത്ഥം സമഗ്രമായി ചോർത്തിയെടുക്കലാണ് യഥാർത്ഥ വിമർശനമെന്ന് ജോൺ ക്രോ റാൻസം വ്യക്തമാക്കുന്നു. അടുത്ത ചോദ്യം ചേരുംപടിയാണ്. ബ്ലൂംഫീൽഡ്, നോം ചോംസ്കി, സൊസ്യൂർ,
LVR. പട്ടിക 1 നൽകിയിരിക്കുന്ന ആളുകളുടെ പുസ്തകങ്ങളാണ് പട്ടിക 2 നൽകിയിരിക്കുന്നത്. ബ്ലൂംഫീൽഡ്, നോം ചോംസ്കി, സൊസ്യൂർ, LVR, LV രാമസ്വാമി അയ്യർ. പട്ടിക 2 സിൻടാക്റ്റിക് സ്ട്രക്ചേഴ്സ്, ലാംഗ്വേജ്, ദി ഇവല്യൂഷൻ ഓഫ് മലയാളം മോർഫോളജി, എ കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എന്നിവയാണ് നൽകിയിരിക്കുന്നത്. മലയാളം എന്നൊരു പുസ്തകം കൂടി നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ലാംഗ്വേജ് എന്നുള്ള പുസ്തകമാണ് ബ്ലൂംഫീൽഡിൻ്റേതായിട്ട് വരുന്നത്. നോം ചോംസ്കിയുടെ പുസ്തകം സിൻടാക്റ്റിക് സ്ട്രക്ചേഴ്സാണ്. സൊസ്യൂറിൻ്റേതായിട്ട് വരുന്നത് എ കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ്. LVRൻ്റേത് ദി ഇവല്യൂഷൻ ഓഫ് മലയാളം മോർഫോളജി. പട്ടിക 2 കൊടുത്തിരിക്കുന്ന ദി ഇവല്യൂഷൻ ഓഫ് മലയാളം എന്നുള്ള പുസ്തകമുണ്ട്. അതിൻ്റെ ഉത്തരം വരിക AC ശേഖറാണ്. ഇവല്യൂഷൻ ഓഫ് മലയാളം എഴുതിയിരിക്കുന്നത് AC ശേഖറാണ്. ഇവല്യൂഷൻ ഓഫ് മലയാളം മോർഫോളജി LVR, LV രാമസ്വാമി അയ്യർ. അടുത്ത ചോദ്യം ചേരുംപടി തന്നെയാണ്. പട്ടിക 1 മാത്യു അർണോൾഡ്, അരിസ്റ്റോട്ടിൽ, സൊസ്യൂർ, TS എലിയട്ട് എന്നിവരെയാണ് നൽകിയത്. പട്ടിക 2 കഥാർസിസ്, സൈനെസ്തസിസ്, വസ്തു സംയോജകം, നിഗക്ഷോപല സിദ്ധാന്തം, ലാങ് ഇത്രയും കാര്യങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരമായിട്ട് നൽകുന്നത് മാത്യു അർണോൾഡ് നിഗക്ഷോപല സിദ്ധാന്തം, ഉരകല്ല് സിദ്ധാന്തം, അതിൻ്റെ ഇംഗ്ലീഷ് വരുന്നത് ടച്ച് സ്റ്റോൺ മെത്തേഡ്, നിഗക്ഷോപല സിദ്ധാന്തം തുടങ്ങിയ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന സിദ്ധാന്തത്തിൻ്റെ സൈദ്ധാന്തികൻ മാത്യു അർണോൾഡാണ്. അരിസ്റ്റോട്ടലിൻ്റേതായിട്ട് വരുന്നത് കഥാർസിസ് ആണ്. വികാരവിരേചനം, വികാരവിമലീകരണം എന്ന് 2 രീതിയിൽ നിർവചിക്കപ്പെട്ട കാര്യമാണ് കഥാർസിസ്. സൊസ്യൂറിൻ്റേതായിട്ട് വരുന്നത് ലാങ് ആണ്. ലാങ്ങും പരോളും എന്ന് പറഞ്ഞിട്ട് 2 വാക്കുകൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് സൊസ്യൂറാണ്. TS എലിയട്ടിൻ്റേതായിട്ട് വരുന്നത് വസ്തു സംയോജകം എന്ന വാക്കാണ്. ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് അഥവാ വസ്തു സംയോജകം എന്ന വാക്കാണ് TS എലിയട്ടിൻ്റേതായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം വിരുദ്ധ വസ്തുതകളുടെ ഐക്യത്തിലാണ് ഭാവന കുടികൊള്ളുന്നത്. ഈ നിരീക്ഷണം ആരുടേതാണ്? വിരുദ്ധ വസ്തുക്കളുടെ ഐക്യത്തിലാണ് ഭാവന കുടികൊള്ളുന്നത്. ഈ നിരീക്ഷണം ആരുടേതാണ്? വേർഡ്സ്വർത്ത്, I.A. റിച്ചാർഡ്സ്, P.B. ഷെല്ലി, കോളറിഡ്ജ്. ഭാവന എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കേണ്ട പേരാണ് കോളറിഡ്ജ്, സാമുവൽ കോളറിഡ്ജ്. പ്രാഥമിക ഭാവന, ദ്വിതീയ ഭാവന എന്നീ വിധത്തിൽ 2 ഭാവനകളെക്കുറിച്ചാണ് അദ്ദേഹം സൈദ്ധാന്തികപരമായിട്ട് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഭാവന, ഇമാജിനേഷൻ എന്ന് കണ്ടാലുടനെ കോളറിഡ്ജിനെയാണ് ഓർക്കേണ്ടത്. അടുത്ത ചോദ്യം പ്രതീതി, സെൻസ്, അനുഭൂതി, ഫീലിംഗ്, താനം, ടോൺ, ഉദ്ദേശ്യം, ഇൻറ്റൻഷൻ ഇവ കാവ്യഭാഷയുടെ അവശ്യ ഘടകങ്ങളായി ചൂണ്ടിക്കാണിച്ച സൈദ്ധാന്തികൻ ആര്? പ്രതീതി, അനുഭൂതി, താനം, ഉദ്ദേശ്യം. യഥാക്രമം സെൻസ്, ഫീലിംഗ്, ടോൺ, ഇൻറ്റൻഷൻ ഇവ കാവ്യഭാഷയുടെ അവശ്യ ഘടകങ്ങളായി ചൂണ്ടിക്കാണിച്ച സൈദ്ധാന്തികൻ ആരാണ്? ഓപ്ഷൻസ് TS എലിയട്ട്, റൊളാങ് ബാർത്ത്, മിഖായൽ ബക്തിൻ, I.A. റിച്ചാർഡ്സ്. ഇതിൻ്റെ ഉത്തരമായിട്ട് വരിക I.A. റിച്ചാർഡ്സ് ആണ്. I.A. റിച്ചാർഡ്സ്. അടുത്ത ചോദ്യം ചേരുംപടിയാണ്. C.J. യുങ്, ലക്കാൻ, റൊളാങ് ബാർത്ത്, ഫ്രാൻസ് ഫനൻ.
CJ യുങ്, ലെക്കാൻ, റോളാങ് ബാർത്ത്, ഫ്രാൻസ് ഫനാൻ. പട്ടിക 2 മെറ്റോണമി, ദി ഡെത്ത് ഓഫ് ദി ഓതർ, ദി റച്ചഡ് ഓഫ് ദി എർത്ത്, ആർക്കിടൈപ്പ്. മെറ്റോണമി, ദി ഡെത്ത് ഓഫ് ദി ഓതർ, ദി റച്ചഡ് ഓഫ് ദി എർത്ത്, ആർക്കിടൈപ്പ്. CJ യുങ് ആണ് ആർക്കിടൈപ്പ്. ആദിപ്രരൂപങ്ങൾ എന്ന് കണ്ടാലും അതിൻ്റെ മലയാളം CJ യുങ് ആണെന്നുള്ളത് ഓർക്കണം. ആദിപ്രരൂപങ്ങൾ, ആദിപ്രരൂപങ്ങളെ വെച്ചിട്ടാണ് ഡോക്ടർ M ലീലാവതി ടീച്ചർ പഠനമൊക്കെ നടത്തിയിട്ടുണ്ട്. അത് ഇതിൻ്റെ കൂടെ ഓർക്കാവുന്നതാണ്, ചോദ്യമായിട്ട് വരാറുള്ളതുമാണ്. ലെക്കാൻ, മെറ്റോണമി. റോളാങ് ബാർത്ത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, എഴുത്തുകാരൻ്റെ മരണം എന്നുള്ളതാണ്. ദി ഡെത്ത് ഓഫ് ദി ഓതർ. ഫ്രാൻസ് ഫനൻ, ദി റച്ചഡ് ഓഫ് ദി എർത്ത്, ദി റച്ചഡ് ഓഫ് ദി എർത്ത്. ഇതാണ് ഈ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഘടനാവാദത്തിൻ്റെ സൈദ്ധാന്തിക അടിത്തറ അവതരിപ്പിച്ചത്. ഘടനാവാദത്തിൻ്റെ സൈദ്ധാന്തിക അടിത്തറ അവതരിപ്പിച്ചത് ആരാണ്? ബ്ലൂംഫീൽഡ്, ഫെർഡിനാൻഡ് സ്വസൂർ, എഡ്വേർഡ് സപ്പീർ, ടെറി ഈഗിൾട്ടൺ. ബ്ലൂംഫീൽഡ്, ഫെർഡിനാൻഡ് സ്വസൂർ, ടെറി ഈഗിൾട്ടൺ, എഡ്വേർഡ് സപ്പീർ. ഉത്തരം ഘടനാവാദം എന്ന് കേട്ടാൽ ഓർക്കേണ്ട പേര് ഫെർഡിനാൻഡ് സ്വസൂറിൻ്റേതാണ്. സ്ട്രക്ചറലിസം എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് വരിക. സ്ട്രക്ചറലിസം, ഘടനാവാദം ഫെർഡിനാൻഡ് സ്വസൂറാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, പ്രജനക വ്യാകരണം എന്ന സങ്കല്പം ആരുടേത്? പ്രജനക വ്യാകരണം എന്ന സങ്കല്പം ആരുടേത്? ചോംസ്കി, എഡ്വാർഡ് സപ്പീർ, ബ്ലൂംഫീൽഡ്. ഇവരാരുമല്ല. ചോംസ്കി, ബ്ലൂംഫീൽഡ്, എഡ്വാർഡ് സപ്പീർ ഇവരാരുമല്ല എന്നുള്ളതുമാണ് ഓപ്ഷനിലുള്ളത്. പ്രജനക വ്യാകരണം എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിരിക്കുന്നത് നോം ചോംസ്കിയാണ്. നോം ചോംസ്കിയാണ് പ്രജനക വ്യാകരണം എന്നുള്ളതിൻ്റെ സൈദ്ധാന്തികനായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം ചേരുംപടിയാണ്. പ്രാഥമിക ഭാവനയും ദ്വിതീയ ഭാവനയും കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇമാജിനേഷൻ, ഭാവന എന്ന് കേൾക്കുമ്പോൾ ആരെ ഓർക്കണമെന്ന്. പ്രാഥമിക ഭാവനയും ദ്വിതീയ ഭാവനയും, വിരേചന സിദ്ധാന്തം, സർ റിയലിസം, ഫ്യൂച്ചറിസം. പ്രാഥമിക ഭാവന, ദ്വിതീയ ഭാവന കേൾക്കുമ്പോൾ തന്നെ ഉത്തരം ലഭിച്ചു കാണും. കോളറിഡ്ജാണ് അതിൻ്റെ വക്താവ്. പട്ടിക 2 നൽകിയിരിക്കുന്നത് മാരിനെറ്റി, കോളറിഡ്ജ്, ആന്ദ്രേ ബട്ടൺ, അരിസ്റ്റോട്ടിൽ, PB ഷെല്ലി. ആന്ദ്രേ ബ്രട്ടൺ. പ്രാഥമിക ഭാവന, ദ്വിതീയ ഭാവന കോളറിഡ്ജ്. വിരേചന സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ കഥാർച്ചസിനുണ്ടായിട്ടുള്ള ഒരു വ്യാഖ്യാനം എന്ന രീതിയിൽ പറയാവുന്നതാണ് വിരേചന സിദ്ധാന്തം. അരിസ്റ്റോട്ടിലാണത്. കഥാർച്ചസിൻ്റെ ആൾ എന്നുള്ളത് കൊണ്ട് തന്നെ അരിസ്റ്റോട്ടിലാണ് ഉത്തരമായിട്ട് വരിക. സർ റിയലിസമാണ് ആന്ദ്രേ ബ്രട്ടൺ. ആന്ദ്രേ ബ്രട്ടനെ കണ്ടാൽ ഉടനെ ഓർക്കണം സർ റിയലിസം. ഫ്യൂച്ചറിസം മാരിനെറ്റി. ഫ്യൂച്ചറിസം ഈ അടുത്ത കാലത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളിലുള്ളതാണ്. സർ റിയലിസവും ഫ്യൂച്ചറിസവും. ഫ്യൂച്ചറിസം FT മാരിനെറ്റി. ഉത്തരം ശരിയായിട്ട് FT മാരിനെറ്റി എന്നാണ് വരിക. ഉദാത്തതയെ നിർവചിച്ചത് ആര് എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. ഉദാത്തതയെ നിർവചിച്ചത് ആരാണ്? ദാന്തെ, പ്ലേറ്റോ, ലോങ്കിനസ്, ഹോറസ്. ദാന്തെ, പ്ലേറ്റോ, ലോങ്കിനസ്, ഹോറസ്. ഉദാത്തത എന്നുള്ളത് ലോങ്കിനസ് ആണ്. ഓൺ ദ സബ്ലൈം എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകത്തിലാണ് ഉദാത്തതയെ അദ്ദേഹം നിർവചിച്ചിരിക്കുന്നത്. അപ്പോൾ ലോങ്കിനസ്, ഉദാത്തത. അടുത്ത ചോദ്യം, പോയിട്രി ഈസ് ദി സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻസ്. പോയിട്രി ഈസ് ദി സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻസ് എന്ന് അഭിപ്രായപ്പെട്ടതാര്? കോളറിഡ്ജ്, കീറ്റ്സ്,
ടോൾസ്റ്റോയി, വേർഡ്സ്വർത്ത്. കോളറിഡ്ജ്, കീറ്റ്സ്, ടോൾസ്റ്റോയ്, വേർഡ്സ്വർത്ത്. ഉത്തരം വരിക വേർഡ്സ്വർത്താണ്. അദ്ദേഹമാണ് ലിറിക്കൽ ബാലാഡ്സിൻ്റെ അതിൻ്റെ ആമുഖത്തിലാണ് എഴുതുന്നത് ഈ ഒരു പോയട്രി ഈസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ. കവിത എന്നാൽ വികാരങ്ങളുടെ നിർഗളമായിട്ടുള്ള ഒഴുക്കാണ് എന്നുള്ള രീതിയിൽ എഴുതിയിരിക്കുന്നത്. മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ അങ്ങനെയാണ് വരിക. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ച ആൾ വേർഡ്സ്വർത്താണ്. ഗ്രാമീണ ഭാഷ കവിതകളിൽ ആർജിക്കണം, അല്ലെങ്കിൽ എഴുത്തിൽ സാഹിത്യ ഭാഷയായിരിക്കണം എന്ന് പറഞ്ഞതും വേർഡ്സ്വർത്ത് തന്നെയാണ്. അപ്പോൾ അതും ചോദിക്കാറുണ്ട്. ഗ്രാമീണ ഭാഷ എന്നുള്ളൊരു ഓപ്ഷൻ വരും വേർഡ്സ്വർത്തിൻ്റേതായിട്ട്. വില്യം വേർഡ്സ്വർത്ത്, കവി കൂടിയായിട്ടുള്ള, സോൾട്ടറി റീപ്പറൊക്കെ എഴുതിയിട്ടുള്ള വില്യം വേർഡ്സ്വർത്താണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, നോം ചോംസ്കിയെ പരിചയപ്പെടുത്തി മലയാളത്തിലുണ്ടായിട്ടുള്ള പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? നോം ചോംസ്കിയെ പരിചയപ്പെടുത്തി മലയാളത്തിലുണ്ടായ പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? സ്കറിയ സക്കറിയ, ടി.ബി. വേണുഗോപാല പണിക്കർ, ആൻഡ്രൂസ് കുട്ടി, എസ്.വി. ഷൺമുഖം. നോം ചോംസ്കി എന്ന് തന്നെയാണ് പുസ്തകത്തിൻ്റെ പേര്. അത് എഴുതിയിരിക്കുന്നത് ടി.ബി. വേണുഗോപാല പണിക്കറാണ്. ടി.ബി. വേണുഗോപാല പണിക്കറാണ് അത് എഴുതിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, കാലക്രമം അനുസരിച്ച് ക്രമപ്പെടുത്താനാണ്. അതായത് ഓരോരുത്തരും ജീവിച്ചിരുന്ന കാലഘട്ടം അനുസരിച്ചിട്ടാണ് ഇവിടെ ക്രമപ്പെടുത്തേണ്ടത്. ലോങ്കിനസ്, സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ. സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ലോങ്കിനസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ്, ലോങ്കിനസ്. അങ്ങനെയാണ് ഓപ്ഷനിൽ നൽകിയിരിക്കുന്ന 4 പേര് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതിൽ ആദ്യമായിട്ട് വരുന്ന സൈദ്ധാന്തികൻ എന്ന് പറഞ്ഞാൽ സോക്രട്ടീസാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു പ്ലേറ്റോ. പ്ലേറ്റോയുടെ ശിഷ്യനായിരുന്നു അരിസ്റ്റോട്ടിൽ. അപ്പം സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, 4ാമതായിട്ട് ലോങ്കിനസ്. ഇങ്ങനെയാണ് വരിക. അടുത്ത ചോദ്യം, നാടകത്തിലും ഇതിഹാസത്തിലും ലിറിസിസം നിയന്ത്രിക്കണമെന്ന് അഭിപ്രായപ്പെട്ട ചിന്തകനാര്? നാടകത്തിലും ഇതിഹാസത്തിലും ലിറിസിസം നിയന്ത്രിക്കണമെന്ന് അഭിപ്രായപ്പെട്ട ചിന്തകൻ ആരാണ്? സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, ഹോറസ്. സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, ഹോറസ്. ഉത്തരം വരുന്നത് അരിസ്റ്റോട്ടിലാണ്. ഇതിൻ്റെ ഉത്തരം വരിക അരിസ്റ്റോട്ടിൽ ആണ്. അടുത്ത ചോദ്യം, പ്രതിഭയുടെ മുദ്രകളായി കോളറിഡ്ജ് കരുതുന്നത് എന്തെല്ലാം? പ്രതിഭയുടെ മുദ്രകളായി കോളറിഡ്ജ് കരുതുന്നത് എന്തെല്ലാം? എ, സംഗീതാത്മകത, വിഷയത്തിൻ്റെ തിരഞ്ഞെടുപ്പ്, ബിംബകൽപ്പന, ചിന്തയുടെ ആഴവും ഊർജവും. സംഗീതാത്മകത, വിഷയത്തിൻ്റെ തിരഞ്ഞെടുപ്പ്, ബിംബകൽപ്പന, ചിന്തയുടെ ആഴവും ഊർജവും. ബി, വ്യുൽപ്പത്തി, ഓജസ്, ബിംബകൽപ്പന, അഭ്യാസം. വ്യുൽപ്പത്തി, ഓജസ്, ബിംബകൽപ്പന, അഭ്യാസം. സി, ചിന്ത, വ്യുൽപ്പത്തി, അനുഭൂതി, രസം. ചിന്ത, വ്യുൽപ്പത്തി, അനുഭൂതി, രസം. ഡി, ബിംബകൽപ്പന, അഭ്യാസം, രസം, അനുഭൂതി. ബിംബകൽപ്പന, അഭ്യാസം, രസം, അനുഭൂതി. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് എ ആണ് ഓപ്ഷൻ. സംഗീതാത്മകത, വിഷയത്തിൻ്റെ തിരഞ്ഞെടുപ്പ്, ബിംബകൽപ്പന, ചിന്തയുടെ ആഴവും ഊർജവും എന്നിവയാണ് പ്രതിഭയുടെ മുദ്രകളായി കോളറിഡ്ജ് കരുതുന്നത് എന്നുള്ളതാണ് ഉത്തരം. അടുത്ത ചോദ്യം, കവിത വികാരങ്ങളെ കെട്ടഴിച്ചു വിടലല്ല, വികാരങ്ങളിൽ നിന്നുള്ള മോചനമാണ്. കവിത വികാരങ്ങളെ കെട്ടഴിച്ച് വിടലല്ല, വികാരങ്ങളിൽ നിന്നുള്ള മോചനമാണ്. അത് വ്യക്തിത്വത്തിൻ്റെ ആവിഷ്കാരമല്ല, വ്യക്തിത്വത്തിൽ നിന്നുള്ള മോചനമാണ്. അത് വ്യക്തിത്വത്തിൻ്റെ ആവിഷ്കാരമല്ല, വ്യക്തിത്വത്തിൽ നിന്നുള്ള മോചനമാണ്. ഈ നിരീക്ഷണം നടത്തിയത് ആരാണ്?
ഈ നിരീക്ഷണം നടത്തിയത് ആരാണ്? ടി.എസ്. എലിയറ്റ്, ക്രിസ്റ്റഫർ കോഡ്വെൽ, വാൾട്ടർ പേറ്റർ, മാത്യു അർണോൾഡ്. ടി.എസ്. എലിയറ്റ്, ക്രിസ്റ്റഫർ കോഡ്വെൽ, വാൾട്ടർ പേറ്റർ, മാത്യു അർണോൾഡ്. ഇതിൻ്റെ ഉത്തരം വരിക ടി.എസ്. എലിയറ്റ് ആണ്. ഈ അഭിപ്രായ പ്രകടനം നടത്തിയത് ടി.എസ്. എലിയറ്റ് ആണ്. അടുത്ത ചോദ്യം ഒരു ചേരുംപടിയാണ്. പട്ടിക 1 ലക്കാൻ, ചിന്നു കെ അച്ചാബെ, സ്റ്റാൻലി ഇ ഫിഷ്, ഫെർഡിനാൻഡ് ഡി സൊസൂർ എന്നിവരെയാണ് നൽകിയിരിക്കുന്നത്. പട്ടിക 2 സ്ട്രക്ചറലിസം, സൈക്കോ അനാലിസിസ്, പോസ്റ്റ് കൊളോണിയലിസം, റീഡർ റെസ്പോൺസ് തിയറി എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ഇതിലുത്തരം ലക്കാൻ സൈക്കോ അനാലിസിസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ചിന്നു കെ അച്ചാബെ പോസ്റ്റ് കൊളോണിയലിസം, സ്റ്റാൻലി ഇ ഫിഷ് റീഡർ റെസ്പോൺസ് തിയറി, പിന്നെ സൊസൂറിന് നേരത്തെയും പറഞ്ഞിരുന്നു സ്ട്രക്ചറലിസം. ഫെർഡിനാൻഡ് ഡി സൊസൂർ സ്ട്രക്ചറലിസം. ഇത്രയുമാണ് ഈ ചേരുംപടിയിലെ കൃത്യമായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം ചേരുംപടി തന്നെയാണ്. പട്ടിക 1 എ കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ്, ട്രാൻസ്ഫർമേഷണൽ ഗ്രാമർ, ലഘുപാണിനീയം, ധാതുകാവ്യം. എ കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ്, ട്രാൻസ്ഫർമേഷണൽ ഗ്രാമർ, ലഘുപാണിനീയം, ധാതുകാവ്യം എന്നിവയാണ് നൽകിയിരിക്കുന്നത്. പട്ടിക 2 നോം ചോംസ്കി, ഫെർഡിനാൻഡ് ഡി സൊസൂർ, ലിയോണിഡ് ബ്ലൂംഫീൽഡ്, എ ആർ രാജരാജവർമ്മ, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി എന്നിവരെയാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം എ കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എഴുതിയിരിക്കുന്നത് ഫെർഡിനാൻഡ് ഡി സൊസൂർ ആണ്. ട്രാൻസ്ഫർമേഷണൽ ഗ്രാമർ നോം ചോംസ്കി ആണ്. ലഘുപാണിനീയം എ ആർ രാജരാജവർമ്മയാണ്. ധാതുകാവ്യം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയാണ്. ഇതാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം ചേരുംപടിയാണ്. മിക്കവാറും പാശ്ചാത്യത്തിൽ നിന്നുള്ള ചോദ്യമെല്ലാം ചേരുംപടിയായിട്ടാണ് നൽകാറുള്ളത്. നിങ്ങൾ പട്ടിക 1 കേൾക്കുക. ന്യൂ ക്രിറ്റിസിസം, വാട്ട് ഈസ് ആർട്ട്, കല ജീവിതത്തിനു വേണ്ടി, അന്തർജ്ഞാനപരമായ അറിവ്. പട്ടിക 2 ക്രോച്ചെ, മാത്യു അർണോൾഡ്, ടോൾസ്റ്റോയി, ജോൺ ക്രോ റാൻസം, ഫ്രോയിഡ്. ക്രോച്ചെ, മാത്യു അർണോൾഡ്, ലിയോ ടോൾസ്റ്റോയി, ജോൺ ക്രോ റാൻസം, സിഗ്മണ്ട് ഫ്രോയിഡ് എന്നിവരെയാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ ന്യൂ ക്രിറ്റിസിസം നവവിമർശനം എന്നുള്ളത് മുൻപ് ചോദ്യത്തിൽ വന്നിട്ടുള്ളത് തന്നെയാണ്. ജോൺ ക്രോ റാൻസം. ന്യൂ ക്രിറ്റിസിസം ജോൺ ക്രോ റാൻസം. വാട്ട് ഈസ് ആർട്ട് ലിയോ ടോൾസ്റ്റോയ് ആണ്. എന്താണ് കല എന്നുള്ളത് മുന്നോട്ട് വച്ചിരിക്കുന്നത് ലിയോ ടോൾസ്റ്റോയ് ആണ്. കല ജീവിതത്തിനു വേണ്ടി എന്ന് പറഞ്ഞത് മാത്യു അർണോൾഡാണ്. കല ജീവിതത്തിനു വേണ്ടി, അതുപോലെ നിക്ഷോഭല സിദ്ധാന്തം, ഉരകല്ല് സിദ്ധാന്തം, ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്നൊക്കെ അറിയപ്പെടുന്നതും മാത്യു അർണോൾഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാശ്ചാത്യത്തിലെ ചോദ്യമാണ്. അന്തർജ്ഞാനം എന്ന് കേട്ടാൽ ഉടനെ നിങ്ങൾ ഓർക്കേണ്ട പേരാണ് ക്രോച്ചയുടേത്. അന്തർജ്ഞാനപരമായിട്ടുള്ള അറിവ് ക്രോച്ചെ. അടുത്ത ചോദ്യം സൊസ്യൂറിൻ്റെ ഭാഷാ പ്രകടനത്തിലൂന്നിയ പഠനങ്ങൾക്ക് പകരം നോം ചോംസ്കി ഡാഷിൽ ഊന്നിയാണ് പഠിക്കുന്നത്. സൊസ്യൂറിൻ്റെ ഭാഷാ പ്രകടനം അഥവാ പരോളിൽ ഊന്നിയ പഠനങ്ങൾക്ക് പകരം നോം ചോംസ്കി എന്തിലൂന്നിയാണ് പഠിക്കുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷനിലുണ്ടായിരുന്നത് സിദ്ധി അഥവാ കോമ്പീറ്റൻസ്, പ്രകടനം അഥവാ പെർഫോമൻസ്, ലിബിഡോ, ഈദ്. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് സിദ്ധി അഥവാ കോമ്പീറ്റൻസ് എന്നുള്ള പദമാണ്. സിദ്ധി അഥവാ കോമ്പീറ്റൻസ് ആണ് നോം ചോംസ്കി പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചത്.
അടുത്ത ചോദ്യം, ഭാഷാശാസ്ത്ര പഠനത്തിൽ ഏകകാലിക പഠനം, ബഹുകാലിക പഠനം എന്നീ സങ്കല്പങ്ങൾ അവതരിപ്പിച്ച ഭാഷാശാസ്ത്രജ്ഞൻ എന്നുള്ളതാണ്. ഇത് പാശ്ചാത്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചോദ്യം തന്നെ ആയതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്. ലിയോനാർഡോ ബ്ലൂംഫീൽഡ്, ഫെർഡിനാൻഡ് ഡി സൊസ്യൂർ, കൃഷ്ണമൂർത്തി, കാമിൽ വി സൊലബിൾ, കപിൽ ബി സ്വലബിൾ എന്നും ഈ പേര് കാണാറുണ്ട്. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഫെർഡിനാൻഡ് ഡി സൊസ്യൂറാണ്. അടുത്ത ചോദ്യം ചേരുംപടിയാണ്. അന്റോണിയോ ഗ്രാംഷി, റോളാങ് ബാർത്ത്, സിമോൺ ദി ബോവർ, ദെറിദ എന്നിവരാണ് പട്ടിക 1 അന്റോണിയോ ഗ്രാംഷി, റോളാങ് ബാർത്ത്, സിമോൺ ദി ബോവർ, ദെറിദ. പട്ടിക 2 സ്ത്രീവാദം, അപനിർമ്മാണം, രാഷ്ട്രീയ ബോധത്വം, എഴുത്തുകാരൻ്റെ മരണം, ജൈവ ബുദ്ധിജീവികൾ. ഇവിടെ ഉത്തരമായിട്ട് വരിക അന്റോണിയോ ഗ്രാംഷി, ജൈവ ബുദ്ധിജീവികൾ. അന്റോണിയോ ഗ്രാംഷിയുമായി ബന്ധപ്പെട്ട് വേറൊരു വാക്ക് കൂടി ചോദിക്കാറുണ്ട്, ഹെജിമണി എന്നുള്ളൊരു വാക്ക്. റോളാങ് ബാർത്ത്, എഴുത്തുകാരൻ്റെ മരണം, അത് ഓൾറെഡി നമ്മൾ പരീക്ഷയുടെ പല ചോദ്യങ്ങളായിട്ട് പറഞ്ഞതാണ്, ഡെത്ത് ഓഫ് ദി ഓതർ. സിമോൺ ദി ബോവർ, സ്ത്രീവാദം, ഫെമിനിസം എന്ന് പറയുന്ന അതിനായിട്ട് വരുന്നതാണ് സിമോൺ ദി ബോവ. ദ സെക്കൻഡ് സെക്സ് എന്നുള്ള പുസ്തകമൊക്കെ സിമോൺ ദി ബോവയുടെയാണ്. ദെറിദ, അപനിർമ്മാണം, ഡീകൺസ്ട്രക്ഷൻ എന്നുള്ളതാണ് അതിൻ്റെ ഇംഗ്ലീഷ് നാമം, അപനിർമ്മാണം. ഇതാണ് ഉത്തരവായിട്ട് വരിക. അടുത്ത ചോദ്യം ചേരുംപടി തന്നെയാണ്. പട്ടിക 1 ലാക്കോഫ്, എഡ്വേർഡ് സെയ്ദ്, ഫെഡറിക് ജെയിംസൺ, ജൂലിയ ക്രിസ്റ്റേവ. ലാക്കോഫ്, എഡ്വേർഡ് സെയ്ദ്, ഫ്രെഡറിക് ജെയിംസൺ, ജൂലിയ ക്രിസ്റ്റേവ. പട്ടിക 2 സ്ത്രീവാദം, പൗരസ്ത്യവാദം, ഉത്തരാധുനികത, മെറ്റഫർ, ഡിജിറ്റൽ മാനവികത. മെറ്റഫർ, പൗരസ്ത്യവാദം, ഉത്തരാധുനികത, സ്ത്രീവാദം. ഇപ്പോൾ ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ലാക്കോഫ്, മെറ്റഫർ, എഡ്വേർഡ് സെയ്ദ്, പൗരസ്ത്യവാദം, ഫ്രെഡറിക് ജെയിംസൺ, ഉത്തരാധുനികത, ജൂലിയ ക്രിസ്റ്റേവ, സ്ത്രീവാദം. ലാക്കോഫ്, മെറ്റഫർ, എഡ്വേർഡ് സെയ്ദ്, പൗരസ്ത്യവാദം, ഫ്രെഡറിക് ജെയിംസൺ, ഉത്തരാധുനികത, ജൂലിയ ക്രിസ്റ്റേവ, സ്ത്രീവാദം. ഇതാണ് ഉത്തരം. അടുത്ത ചോദ്യം ചേരുംപടിയാണ്. പട്ടിക 1 സാമൂഹിക വികാരങ്ങളുടെ ലോകം, വർഗത്തിൻ്റെ അബോധതലം, കാർണിവൽ, അപനിർമ്മാണം. സാമൂഹിക വികാരങ്ങളുടെ ലോകം, വർഗത്തിൻ്റെ അബോധതലം, കാർണിവൽ, അപനിർമ്മാണം. പട്ടിക 2 മിഖായൽ ബെക്തിൻ, പോൾ ഡിമാൻ, ദെറിദ, ക്രിസ്റ്റഫർ കാൾഡ്വെൽ, കാൾ യുങ് എന്നിവരെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഉത്തരമായിട്ട് വരിക സാമൂഹിക വികാരങ്ങളുടെ ലോകം, ക്രിസ്റ്റഫർ കാൾഡ്വെൽ, വർഗത്തിൻ്റെ അബോധതരം, കാൾ യുങ്, കാർണിവൽ സിദ്ധാന്തം മിഖായൽ ബെക്തിനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കാർണിവൽ സിദ്ധാന്തം മിഖായൽ ബെക്തിൻ, അപനിർമ്മാണം ഡീകൺസ്ട്രക്ഷൻ പല ചോദ്യത്തിലായി ഇപ്പോൾ ദെറിദയാണത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനകത്ത് പോൾ ഡിമാൻ എന്നൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അപനിർമ്മാണം ആദ്യകാലത്തുണ്ട് ഒരു വക്താവായിട്ട് മുന്നോട്ട് വന്നത് പോൾ ഡിമാനാണ്. പക്ഷെ നമ്മൾ ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഉത്തരമായിട്ട് ലഭിക്കുക ദെറിദ എന്നുള്ള ഉത്തരത്തിലേക്കാണ്. അല്ലെങ്കിൽ മറ്റ് പോയിൻറ്റ്സ് എല്ലാം തെറ്റും. അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് പോൾ ഡിമാൻ്റെ പേര് അങ്ങനെ പറഞ്ഞത്. അടുത്ത ചോദ്യം കാര്യം കാരണമാണ്. കാര്യം കവിതയെ മാതൃകാ റിപ്പബ്ലിക്കിൽ നിന്ന് ബഹിഷ്കരണം ചെയ്യണം എന്ന് പ്ലേറ്റോ. കാരണം വികാരങ്ങളുടെ ഉറവയെ വറ്റിച്ചു കളയുകയല്ല, പ്രബലപ്പെടുത്തുകയാണ്.
വികാരങ്ങളുടെ ഉറവയെ വറ്റിച്ചു കളയുകയല്ല, പ്രബലപ്പെടുത്തുകയാണ് കാരണമൊന്ന്. കാര്യം എന്തായിരുന്നു? കവിതയെ മാതൃകാ റിപ്പബ്ലിക്കിൽ നിന്നു ബഹിഷ്കരിക്കണമെന്ന് പ്ലേറ്റോ പറഞ്ഞു. രണ്ടാമത്തെ കാരണമായി കൊടുത്തിരിക്കുന്നത് വികാരങ്ങളെ കീഴ്പ്പെടുത്തുകയാണ് ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാര്യവും കാരണവും, കാര്യത്തിൻ്റെ പ്ലേറ്റോ എന്നുള്ള ആ വാക്കിന് ശേഷം കാരണം എന്ന് പറഞ്ഞിട്ട് വേണം ഈ ഉത്തരങ്ങൾ വായിക്കാൻ. ഇത് ആരെങ്കിലും പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൻ്റെ കൃത്യമായിട്ടുള്ള വിവരമോ ആയിരിക്കും. ഇവിടെ ഉത്തരം വരുന്നത് 1 തെറ്റാണ്. കാര്യം ശരിയും കാരണം 2 മാത്രമാണ് ഇവിടെ ശരി. വികാരങ്ങളെ കീഴ്പ്പെടുത്തുകയാണ് ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. കാര്യം ശരി, കാരണം 2 മാത്രം ശരി. ഒന്നാമത്തെ ഉത്തരം നമുക്ക് തോന്നും അത് ശരിയാണെന്ന്, പക്ഷേ കൃത്യമായിട്ട് ഒന്നുകൂടി വായിച്ച് നോക്കുമ്പോൾ തെറ്റാണെന്ന് ബോധ്യപ്പെടും. ശ്രദ്ധിച്ചിട്ട് കാര്യകാരണങ്ങൾ ഉത്തരം ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത ചോദ്യം, അപനിർമ്മാണവാദത്തോട് അടുപ്പമുള്ള ഭാരതീയ ചിന്താധാര. അപനിർമ്മാണം അല്ലെങ്കിൽ ഡീകൺസ്ട്രക്ഷൻ വാദത്തോട് അടുപ്പമുള്ള ഭാരതീയ ചിന്താധാരയാണ് ചോദിച്ചിരിക്കുന്നത്. 1. നാഗാർജുനൻ്റെയും മറ്റു ബൗദ്ധ ദാർശനികരുടെയും ചിന്തകൾ. നാഗാർജുനൻ്റെയും മറ്റു ബൗദ്ധ ദാർശനികരുടെയും ചിന്തകളാണ് ഒന്നാമത് കൊടുത്തിരിക്കുന്നത്. 2. അദ്വൈത ചിന്ത. 3. ചാർവാക ദർശനം. 4. തിണസിദ്ധാന്തം. അദ്വൈത ചിന്ത, ചാർവാക ദർശനം, തിണ സിദ്ധാന്തം. ഇതിൻ്റെ ഉത്തരമായി വരിക ഒന്നാമത്തേതാണ്. നാഗാർജുനൻ്റെയും മറ്റു ബൗദ്ധ ദാർശനികരുടെയും ചിന്തകളാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ദ്വിതീയ ഭാവനയുടെ വ്യാപാരം. ദ്വിതീയ ഭാവനയുടെ വ്യാപാരം. ഭാവന എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കേണ്ട പേര് ഞാൻ പറഞ്ഞിരുന്നു. കോളർജിനെയാണ് ഓർക്കേണ്ടത്. പ്രാഥമിക ഭാവന അഥവാ പ്രൈമറി ഇമാജിനേഷൻ, ദ്വിതീയ ഭാവന അഥവാ സെക്കൻഡറി ഇമാജിനേഷൻ. ഈ 2 കാര്യങ്ങളും മുന്നോട്ട് വെച്ചത് കോളറിഡ്ജാണ്. ഇവിടെ ഓപ്ഷൻ നൽകിയിരിക്കുന്നത് ജീവിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച നൽകൽ, അനുഭൂതികളുടെ കണ്ടെത്തൽ, സ്മൃതിബിംബങ്ങളുടെ സംവിധാനം, അനുഭൂതിക്ക് അപൂർവമായ രൂപഘടന നൽകൽ എന്നിവയാണ്. ജീവിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച നൽകൽ, അനുഭൂതികളുടെ കണ്ടെത്തൽ, സ്മൃതിബിംബങ്ങളുടെ സംവിധാനം, അനുഭൂതിക്ക് അപൂർവമായ രൂപഘടന നൽകൽ. അത്രയുമാണ് ദ്വിതീയ ഭാവനയുടെ വ്യാപാരം എന്ന രീതിയിൽ നൽകിയിരിക്കുന്നത്. ഉത്തരം വരിക അനുഭൂതിക്ക് അപൂർവമായ രൂപഘടന നൽകൽ എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത് ചേരുംപടിയാണ്. ദെറിദ, ഫൂക്കോ, ബക്തിൻ, ഹോമി ഭാഭ ഇത്രയും പേരെയാണ് ഒന്നാമത്തെ പട്ടികയിൽ നൽകിയത്. ദെറിദ, മിഷേൽ ഫൂക്കോ, മിഖായൽ ബക്തിൻ, ഹോമി ഭാഭ ഇവരെയാണ് നൽകിയിരിക്കുന്നത്. പട്ടിക 2-ൽ വിജ്ഞാനത്തിൻ്റെ ആർക്കിയോളജി, ട്രേസ്, ഹൈബ്രിഡിറ്റി, ഡയലോജിസം, ബഹുസ്വരത. വിജ്ഞാനത്തിൻ്റെ ആർക്കിയോളജി, ട്രേസ്, ഹൈബ്രിഡിറ്റി, ഡയലോജിസം, ബഹുസ്വരത അഥവാ പോളിഫോണി. ഇതാണ് ഓപ്ഷൻ 2, പട്ടിക 2. ഇവിടെ ഉത്തരം വരിക ദെറിദ, ട്രേസ്. അപ്പോൾ ദെറിദയ്ക്ക് അപനിർമ്മാണം ഡീകൺസ്ട്രക്ഷൻ അല്ലാതെ ഒരു ഉത്തരം വരുന്നതാണ് ട്രേസ്. രണ്ടാമത് മിഷേൽ ഫൂക്കോയാണ്. വിജ്ഞാനത്തിൻ്റെ ആർക്കിയോളജി ഫൂക്കോ. മിഖായൽ ബക്തിൻ, ഡയലോജിസം. കാർണിവൽ സിദ്ധാന്തത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ ഡയലോജിസവും ഓർത്തിരിക്കണം. ഹോമി ഭാഭ നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള ആളാണ് ഹോമി ഭാഭ. ഹൈബ്രിഡിറ്റി എന്നുള്ള കൺസെപ്റ്റാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, എല്ലാ കലകളും അധാർമികമാണ്. എല്ലാ കലകളും നിഷ്പ്രയോജനമാണ്. ആരുടെ വാദമാണിത്? ഓസ്കാർ വൈൽഡ്,
ക്ലൈവ് ബെൽ, മാത്യു അർണോൾഡ്, വാൾട്ടർ പേറ്റർ. ഓസ്കാർ വൈൽഡ്, ക്ലൈവ് ബെല്ല്, മാത്യു അർണോൾഡ്, വാൾട്ടർ പേറ്റർ. ഉത്തരം വരിക ഓസ്കാർ വൈൽഡാണ്. കല അധാർമികമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്, എല്ലാ കലകളും അധാർമികമാണെന്ന് പറഞ്ഞത് ഓസ്കാർ വൈൽഡാണ്. ന്യൂ ക്രിറ്റിസിസത്തിൻ്റെ പ്രമുഖ വക്താവ് ആര് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നമ്മൾ പല ചേരുംപടിയിൽ പറഞ്ഞ ആൾ തന്നെയാണ്. ന്യൂ ക്രിറ്റിസിസത്തിൻ്റെ നവവിമർശനം എന്നുള്ളതിൻ്റെ പ്രമുഖ വക്താവ് നോർത്രോപ്പ് ഫ്രൈ, സൂസൻ സൊണ്ടാങ്, എഫ്.ആർ. ലീവിസ്, ജോൺ കോ റാൻസം. ഉത്തരം വരിക ജോൺ ക്രോ റാൻസമാണ്. ജോൺ കോ റാൻസമാണ്. അടുത്ത ചോദ്യം, അടിത്തട്ട് മേൽപ്പുരവാദത്തിൻ്റെ യാന്ത്രിക വ്യാഖ്യാനങ്ങളിൽ നിന്ന് മാർക്സിയൻ വിമർശനത്തെ വളർത്തിയ നിരൂപകർ. ശരിയായ ഗണം ഏത്? അടിത്തട്ട് മേൽപ്പുരവാദത്തിൻ്റെ യാന്ത്രിക വ്യാഖ്യാനങ്ങളിൽ നിന്ന് മാർക്സിയൻ വിമർശനത്തെ വളർത്തിയ നിരൂപകർ. ശരിയായ ഗണം ഏത്? ലൂക്കാച്ച്, ഗ്രാംഷി, സ്റ്റുവർട്ട് ഹാള്. അടുത്ത ഓപ്ഷൻ വാൾട്ടർ ബെഞ്ചമിൻ, ഗ്രാംഷി, റോമൻ യാക്കോബ്സൺ. അടുത്ത ഓപ്ഷൻ ക്രിസ്റ്റഫർ കാൾഡ്വെൽ, റെയ്മണ്ട് വില്യംസ്, ലൂക്കാച്ച്. അടുത്ത ഓപ്ഷൻ ഗ്രാംഷി, റെയ്മണ്ട് വില്യംസ്, ഫ്രെഡറിക് ജെയിംസൺ. ഇത്രയുമാണ് തന്നിരിക്കുന്ന ഓപ്ഷനുകൾ. ഇതിൽ സംസ്കാര പഠനം ആയിട്ട് ബന്ധപ്പെട്ടതാണ്, കൾച്ചറൽ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട ആളാണ് സ്റ്റുവർട്ട് ഹാൾ. അപ്പം ഇതിനകത്ത് ഓപ്ഷനിൽ ശരിയായിട്ടുള്ളത് വരുന്നത് ഗ്രാംഷി, റെയ്മണ്ട് വില്യംസ്, ഫ്രെഡറിക് ജെയിംസൺ എന്നിവരാണ് അടിത്തട്ട് മേൽപ്പുരവാദത്തിൻ്റെ യാന്ത്രിക വ്യാഖ്യാനങ്ങളിൽ നിന്ന് മാർക്സിയൻ വിമർശനത്തെ വളർത്തിയ നിരൂപകർ. അതാണ് ഉത്തരമായിട്ട് വരിക. അടുത്ത ചോദ്യം, ഉത്തരാധുനികതയെ പിൽക്കാല മുതലാളിത്തത്തിൻ്റെ സാംസ്കാരിക നിയമമായി വിലയിരുത്തിയ ചിന്തകൻ. ഉത്തരാധുനികതയെ പിൽക്കാല മുതലാളിത്തത്തിൻ്റെ സാംസ്കാരിക നിയമമായി വിലയിരുത്തിയ ചിന്തകൻ. ലോത്യാർഡ്, ബോദ്രിയാർ, റെയ്മണ്ട് വില്യംസ്, ഫ്രെഡറിക് ജെയിംസൺ. ലോത്യാർഡ്, ബോദ്രിയാർ, റെയ്മണ്ട് വില്യംസ്, ഫ്രെഡറിക് ജെയിംസൺ. ഉത്തരം ഫ്രെഡറിക് ജെയിംസൺ ആണ്. ഫ്രെഡറിക് ജെയിംസൺ. അടുത്ത ചോദ്യം കാര്യകാരണ ചോദ്യമാണ്. കാര്യം, വിഖ്യാതമായ അരിസ്റ്റോട്ടിലിയൻ മോഡലിൻ്റെ പ്രത്യക്ഷ നിരാസമായിരുന്നു ആധുനികത. വിഖ്യാതമായ അരിസ്റ്റോട്ടിലിയൻ മോഡലിൻ്റെ പ്രത്യക്ഷ നിരാസമായിരുന്നു ആധുനികത എന്നതാണ് കാര്യം. കാരണം, ആധുനിക കലയും സാഹിത്യവും ഭൗതിക ലോകത്തിൻ്റെയും മനുഷ്യ സ്വഭാവത്തിൻ്റെയും പ്രതിനിധാന സിദ്ധാന്തത്തിൽ വിശ്വസിച്ചില്ല. ആധുനിക കലയും സാഹിത്യവും ഭൗതിക ലോകത്തിൻ്റെയും മനുഷ്യ സ്വഭാവത്തിൻ്റെയും പ്രതിനിധാന സിദ്ധാന്തത്തിൽ വിശ്വസിച്ചില്ല. അടുത്ത കാരണമായി വരുന്നത് ഭാഷാകേന്ദ്രിതം വാദത്തെയും യുക്തിവാദത്തെയും വ്യക്തിമാഹാത്മ്യവാദത്തെയും ആധുനികത അംഗീകരിച്ചില്ല. ഭാഷാകേന്ദ്രിതം വാദത്തെയും യുക്തിവാദത്തെയും വ്യക്തിമാഹാത്മ്യവാദത്തെയും ആധുനികത അംഗീകരിച്ചില്ല. ഇതിൻ്റെ ഉത്തരം കാരണവും ശരിയാണ്, കാര്യം ശരിയാണ്, കാരണം എയും ബിയും ശരിയാണ്. രണ്ട് കാരണങ്ങളും ശരിയാണ്. വിഖ്യാതമായ അരിസ്റ്റോട്ടിലിയൻ മോഡലിൻ്റെ പ്രത്യക്ഷ നിരാസമായിരുന്നു ആധുനികത എന്നതാണ് കാര്യമായി വന്നത്. കാര്യവും കാരണങ്ങളും ശരി. അടുത്ത ചോദ്യം, കല ജീവിതത്തെ അനുകരിക്കുകയല്ല പുനഃസൃഷ്ടിക്കുകയാണ്. ആരുടെ അഭിപ്രായം? കല ജീവിതത്തെ അനുകരിക്കുകയല്ല പുനഃസൃഷ്ടിക്കുകയാണെന്ന് ആരുടെ അഭിപ്രായമാണ്? സോക്രട്ടീസ്, പ്ലേറ്റോ, ദാന്തെ, അരിസ്റ്റോട്ടിൽ. സോക്രട്ടീസ്, പ്ലേറ്റോ, ദാന്തെ, അരിസ്റ്റോട്ടിൽ. ഉത്തരം അരിസ്റ്റോട്ടിലാണ്. ഉത്തരം അരിസ്റ്റോട്ടിലാണ്. അടുത്ത ചോദ്യം, കുഞ്ചൻ നമ്പ്യാർ വാക്കും സമൂഹവും എന്ന പുസ്തകത്തിൽ ആരുടെ സങ്കല്പത്തെയാണ്
ഇരിക്കുന്നത്. കുഞ്ചൻ നമ്പ്യാർ വാക്കും സമൂഹവും എന്ന പുസ്തകം ആരുടെ സങ്കല്പത്തെയാണ് അവലംബിച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യത്തിലുള്ളത്. ഉത്തരം വരുന്നത് സൊസ്യൂർ, ബെക്തിൻ, ലെക്കാൻ, റോമൻ ജാക്കോബ്സൺ എന്ന ഓപ്ഷനിൽ നിന്നാണ്. കൃത്യമായിട്ടുള്ള ഉത്തരം വരുന്നത് മിഖായേൽ ബെക്തിനാണ്. മിഖായേൽ ബെക്തിൻ. അടുത്ത ചോദ്യം, ഗ്രന്ഥകാരൻ്റെ മരണം, ഡെത്ത് ഓഫ് ദി ഓതർ എന്ന പുസ്തകത്തിൻ്റെ കർത്താവ്. ഈ ചോദ്യം തന്നെ ഇപ്പോൾ 5ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഗ്രന്ഥകാരൻ്റെ മരണം, ഡെത്ത് ഓഫ് ദി ഓതർ എന്ന പുസ്തകത്തിൻ്റെ കർത്താവ്. ഓപ്ഷനിലുള്ളത് ദെറിത, ഗ്രാംഷി, ഫൂക്കോ, റൊളാങ് ബാർത്ത് എന്നിവരാണ്. ഉത്തരം റൊളാങ് ബാർത്താണ്. റൊളാങ് ബാർത്താണ്. അടുത്ത ചോദ്യം, ബൃഹദാഖ്യാനങ്ങളുടെ നിരാസമാണ് ആധുനികോത്തരത. ബൃഹദാഖ്യാനങ്ങളുടെ നിരാസമാണ് ആധുനികോത്തരത എന്ന സങ്കല്പം മുന്നോട്ട് വെച്ചത് ആരാണ്? എന്ന സങ്കല്പം മുന്നോട്ട് വെച്ചത് ആര്? ഉത്തരം ഓപ്ഷനിലുള്ളത് ലോത്യാർഡ്, എഡ്വേർഡ് സെയ്ദ്, ഗ്രാംഷി, ഹെബർമാസ്. ലോത്യാർഡ്, എഡ്വേർഡ് സെയ്ദ്, ഗ്രാംഷി, ഹെബർമാസ്. ഉത്തരം ലോത്യാർഡാണ്. ബൃഹദാഖ്യാനം എന്നുള്ളത് വരുന്നത് ലോത്യാർഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. ചേരുംപടിയാണ് അടുത്ത ചോദ്യം. ചേരുംപടി പട്ടിക 1 ആർക്കിടൈപ്പ്, നരവംശാസ്ത്രം, സൈക്കോ അനാലിസിസ്, ഘടനാത്മക ഭാഷാശാസ്ത്രം. ആർക്കിടൈപ്പ്, നരവംശാസ്ത്രം, സൈക്കോ അനാലിസിസ്, ഘടനാത്മക ഭാഷാശാസ്ത്രം എന്നിവയാണ് പട്ടിക 1. പട്ടിക 2 സൊസ്യൂർ, ഫ്രെഡറിക് ജെയിംസൺ, ലെവി സ്ട്രോസ്, C.G. യുങ്, ലെക്കാൻ. സൊസ്യൂർ, ഫ്രെഡറിക് ജെയിംസൺ, ലെവി സ്ട്രോസ്, C.G. യുങ്, ലെക്കാൻ. ഇവിടെ ആർക്കിടൈപ്പ് അഥവാ ആദിപ്രരൂപങ്ങൾ എന്നുള്ളത് കൊണ്ടുവന്നിരിക്കുന്നത് C.G. യുങ് ആണ്. നരവംശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഫ്രെഡറിക് ജെയിംസൺ ആണ്. നരവംശാസ്ത്രം ഫ്രെഡറിക് ജെയിംസൺ. സൈക്കോ അനാലിസിസ് ലെക്കാൻ. സൈക്കോ അനാലിസിസ് മുൻപും ചോദിച്ചതാണ്, ലെക്കാൻ. ഘടനാത്മക ഭാഷാശാസ്ത്രം സൊസ്യൂർ. ഘടനാത്മക ഭാഷാശാസ്ത്രം സൊസ്യൂർ. അടുത്ത ചോദ്യം, നോവലിൻ്റെ പരിണാമചരിത്രത്തിൽ ബക്തിൻ ചൂണ്ടിക്കാണിക്കുന്ന 2 അടിസ്ഥാന വ്യത്യാസങ്ങൾ. നോവലിൻ്റെ പരിണാമചരിത്രത്തിൽ ബക്തിൻ ചൂണ്ടിക്കാണിക്കുന്ന 2 അടിസ്ഥാന വ്യത്യാസങ്ങൾ ഏവ? സ്ഥലകാലങ്ങളോടുള്ള മനോഭാവങ്ങൾ, ഭാഷയോടുള്ള മനോഭാവങ്ങൾ, പ്രമേയ വൈവിധ്യങ്ങൾ. 3 പോയിൻ്റാണ് നൽകിയിരിക്കുന്നത്. സ്ഥലകാലങ്ങളോടുള്ള മനോഭാവങ്ങൾ, ഭാഷയോടുള്ള മനോഭാവങ്ങൾ, പ്രമേയ വൈവിധ്യങ്ങൾ. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് സ്ഥലകാലങ്ങളോടുള്ള മനോഭാവങ്ങൾ എന്ന എ ഓപ്ഷനും ഭാഷയോടുള്ള മനോഭാവങ്ങൾ എന്ന ബി പോയിൻറ്റുമാണ്. 2 പോയിൻറ്റുകളാണ്, എയും ബിയുമാണ് ശരിയായിട്ട് വരുന്നത്. നോവലിൻ്റെ പരിണാമചരിത്രത്തിൽ ബക്തിൻ ചൂണ്ടിക്കാണിക്കുന്ന 2 അടിസ്ഥാന വ്യത്യാസങ്ങൾ ഈ 2 എണ്ണമാണ്. അടുത്ത ചോദ്യം, വേർഡ്സ്വർത്തിൻ്റെ അഭിപ്രായത്തിൽ കാവ്യത്തിന് ഏറ്റവും ഉചിതമായ ഭാഷ. വേർഡ്സ്വർത്തിൻ്റെ അഭിപ്രായത്തിൽ കാവ്യത്തിന് ഏറ്റവും ഉചിതമായ ഭാഷ. പ്രൗഢമായ പ്രാചീന ഭാഷ, നിയോ ക്ലാസിക് ഭാഷ, വികാരജന്യമായ കാൽപ്പനിക ഭാഷ, ഗ്രാമീണ ഭാഷ. ഈ ചോദ്യം മുൻപ് ഞാൻ വേർഡ്സ്വർത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ നിങ്ങൾക്കിതിൻ്റെ ഉത്തരം കിട്ടും. വേർഡ്സ്വർത്ത് മുന്നോട്ട് വച്ചിരിക്കുന്ന കാവ്യഭാഷ എന്ന് പറഞ്ഞാൽ അത് ഗ്രാമീണ ഭാഷയാണ്. ഗ്രാമീണ ഭാഷയിൽ അദ്ദേഹത്തെ അങ്ങനെ ഓർക്കാനുള്ള ഒരു ടൂളായിട്ട് നിങ്ങൾക്ക് സോൾട്ടറി റീപ്പർ എന്ന് പറഞ്ഞ കവിത ഞാനവിടെ ഉദാഹരണം പറഞ്ഞിരുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പ്ലേറ്റോ പ്രചോദനത്തെ അഥവാ ഇൻസ്പിറേഷനെ പറ്റി പ്രതിപാദിക്കുന്ന ഗ്രന്ഥം. പ്ലേറ്റോ പ്രചോദനത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഗ്രന്ഥമേത്?
സിംപോസിയം, അപ്പോളജി, ഇയോൺ, റിപ്പബ്ലിക്. സിംപോസിയം, അപ്പോളജി, ഇയോൺ, റിപ്പബ്ലിക്. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഇയോൺ ആണ്. ഉത്തരമായിട്ട് വരുന്നത് ഇയോൺ. അടുത്ത ചോദ്യം, ആദ്യത്തെ കാൽപ്പനിക നിരൂപകൻ എന്ന് സ്കോട്ട് ജെയിംസ് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ആദ്യത്തെ കാൽപ്പനിക നിരൂപകൻ എന്ന് സ്കോട്ട് ജെയിംസ് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? കോളറിഡ്ജ്, ലോങ്കിനസ്, അരിസ്റ്റോട്ടിൽ, ദാന്തെ. കോളറിഡ്ജ്, ലോങ്കിനസ്, അരിസ്റ്റോട്ടിൽ, ദാന്തെ. ഇതിൻ്റെ ഉത്തരം വരിക ലോങ്കിനസ് ആണ്. ലോങ്കിനസിനെയാണ് ആദ്യത്തെ കാൽപ്പനിക നിരൂപകനായിട്ട് സ്കോട്ട് ജെയിംസ് വിശേഷിപ്പിക്കുന്നത്. അടുത്തത് ചേരുംപടിയാണ്. പട്ടിക 1 നാച്ചുറലിസം, ഫ്യൂച്ചറിസം, എക്സിസ്റ്റൻഷ്യലിസം, സർറിയലിസം. നാച്ചുറലിസം, ഫ്യൂച്ചറിസം, എക്സിസ്റ്റൻഷ്യലിസം, സർറിയലിസം. പട്ടിക 2 എസ്ര പൗണ്ട്, ആന്ദ്രേ ബ്രട്ടൻ, എമിലി സോള, എഫ്.ടി. മാരനിറ്റി, സോറൻ കീർക്ക്ഗാർഡ്. എസ്ര പൗണ്ട്, ആന്ദ്രേ ബ്രട്ടൻ, എമിലി സോള, എഫ്.ടി. മാരനിറ്റി, സോറൻ കീർക്ക്ഗാർഡ്. ചിലപ്പോൾ ആന്ദ്രേ ബ്രട്ടൻ എന്ന് കാണാറുണ്ട്, ചിലപ്പോൾ ബട്ടൺ എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് ആ പേര് അത് തന്നെയാണോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അല്ലാതെ അതിൽ ചെറിയ അക്ഷരത്തെറ്റുകൾ നിങ്ങൾ നോക്കരുത്. പാശ്ചാത്യ സാഹിത്യത്തിൽ മിക്കവാറും ആളുകളുടെ പേര് കൊടുക്കുമ്പോൾ ഇപ്പോൾ നേരത്തെ ഞാൻ കമിൽ സൊലബിൾ പറഞ്ഞു, കപിൽ സൊലബിൾ എന്ന് കാണാറുണ്ട്. അങ്ങനെ ചെറിയ ഡിഫറൻസ് ഒക്കെ വരാറുണ്ട്. അതിൻ്റെ ഉത്തരമായിട്ട് വരിക നാച്ചുറലിസം, എമിലി സോളയാണ്. വീണ്ടും ഇനി വരുന്ന ചോദ്യപേപ്പറുകളിലൊക്കെ ഏകദേശം ആവർത്തിച്ചൊരു ചോദ്യം കൂടിയാണ്. നാച്ചുറലിസം, എമിലി സോള. ഫ്യൂച്ചറിസം, എഫ്.ടി. മാരനെറ്റി. എക്സിസ്റ്റൻഷ്യലിസം, സോറൻ കീർക്ക്ഗാർഡ്. സർറിയലിസം, ആന്ദ്രേ ബട്ടൺ. നാച്ചുറലിസം, എമിലി സോള. ഫ്യൂച്ചറിസം, എഫ്.ടി. മാരനെറ്റി. എക്സിസ്റ്റൻഷ്യലിസം, സോറൻ കീർക്ക്ഗാർഡ്. സർറിയലിസം, ആന്ദ്രേ ബ്രട്ടൻ. അതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, മാനിഫെസ്റ്റോ ഓഫ് ദി ആൻറ്റി ഫാസിസ്റ്റ് ഇൻ്റലക്ച്വൽസ് എഴുതിയത്? മാനിഫെസ്റ്റോ ഓഫ് ദി ആൻറ്റി ഫാസിസ്റ്റ് ഇൻ്റലക്ച്വൽസ് എഴുതിയതാരാണ്? ടോൾസ്റ്റോയ്, ബെനഡിറ്റോ ക്രോച്ചെ, ദെറിദ, അന്റോണിയോ ഗ്രാംഷി. മാനിഫെസ്റ്റോ ഓഫ് ദി ആൻറ്റി ഫാസിസ്റ്റ് ഇൻ്റലക്ച്വൽസ് എഴുതിയത് ബെനഡിറ്റോ ക്രോച്ചെ. മാനസ്വരങ്ങൾ ചിട്ടപ്പെടുത്തിയത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഫെർഡിനാൻഡ് സൊസ്യൂർ, ഡാനിയൽ ജോൺസ്, നോം ചോംസ്കി, ബ്ലൂംഫീൽഡ്. മാനസ്വരങ്ങൾ ചിട്ടപ്പെടുത്തിയത് ഡാനിയൽ ജോൺസ് ആണ്. പാരഡൈം ഷിഫ്റ്റ് എന്ന സങ്കല്പം അവതരിപ്പിച്ചത് ആരാണ് എന്നതാണ് അടുത്ത ചോദ്യം. ദെറിദ, സൊസ്യൂർ, തോമസ് കൂൻ, ചോംസ്കി. ദെറിദ, സൊസ്യൂർ, തോമസ് കൂൻ, ചോംസ്കി. പാരഡൈം ഷിഫ്റ്റ് എന്ന സങ്കല്പം അവതരിപ്പിച്ചത് ഇവരിൽ ആരാണ്? ഉത്തരം തോമസ് കൂനാണ്. തോമസ് കൂൻ. അടുത്തത് ചേരുംപടിയാണ്. അന്തർജ്ഞാനം, ഉദാത്തത, വസ്തുസംയോജകം, ഗ്രാമീണ ഭാഷ. ഈ 4 മുൻ ചോദ്യത്തിലുണ്ടായിരുന്നതാണ്. അന്തർജ്ഞാനം, ഉദാത്തത, വസ്തുസംയോജകം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്, ഗ്രാമീണ ഭാഷ. പട്ടിക 2 ടി.എസ്. എലിയട്ട്, വേർഡ്സ്വർത്ത്, ബെനഡിറ്റോ ക്രോച്ചെ, മാത്യു അർണോൾഡ്, ലോങ്കിനസ് എന്നിവരെയാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരമായിട്ട് വരിക അന്തർജ്ഞാനം ബെനഡിറ്റോ ക്രോച്ചെയാണ്. ഉദാത്തത ലോങ്കിനസ് ആണ്. വസ്തു സംയോജകം എന്നുള്ളത് വരുന്നത് ടി.എസ്. എലിയട്ടാണ്. ഗ്രാമീണ ഭാഷ വേർഡ്സ്വർത്താണ്. ഇതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇത് മുൻപും ചോദിച്ച ചോദ്യമാണ്. അടുത്ത ചോദ്യം, ഘടനാവാദത്തിൻ്റെ അടിത്തറയായ ഭാഷ
ലാംഗ്വേജ്, ഭാഷണം, പരോൾ എന്നീ പരികൽപ്പനകൾ അവതരിപ്പിച്ചതും അതിനെ തൻ്റെ സിദ്ധാന്തങ്ങളിലേക്ക് സാംശീകരിച്ചതുമായ വ്യക്തികൾ ആരെല്ലാം? ഘടനാവാദത്തിൻ്റെ അടിത്തറയായ ഭാഷ അല്ലെങ്കിൽ ലാംഗ്വേജ്, ഭാഷണം അല്ലെങ്കിൽ പരോൾ എന്നീ പരികൽപ്പനകൾ അവതരിപ്പിച്ചതും അതിനെ തൻ്റെ സിദ്ധാന്തങ്ങളിലേക്ക് സാംശീകരിച്ചതുമായ വ്യക്തികൾ ഫെർഡിനാൻഡ് ഡി സൊസ്യൂറും ക്ലോദ് ലെവി-സ്ട്രോസും, ലൂയി അൽത്തൂസറും, റെനെ വെല്ലക്കും, റൂസോയും മാരിനെറ്റിയും, ഷോ വാൾട്ടറും, മുറേ കെയ്ഗറും. ഉത്തരം വരിക ഫെർഡിനാൻഡ് ഡി സൊസ്യൂറും ക്ലോദ് ലെവി-സ്ട്രോസും എന്നതാണ്. ഘടനാവാദത്തിൻ്റെ അടിത്തറയായിട്ടുള്ള ലാംഗ്വേജ്, പരോൾ, ലാങ്ങും പരോളും എന്ന് ഷോർട്ടിൽ പറയും. അത് മുന്നോട്ട് വച്ചിരിക്കുന്ന വ്യക്തികളാണ് സൊസ്യൂറും ലെവി-സ്ട്രോസും. അടുത്ത ചോദ്യം, മനസ്സിൻ്റെ കേവലമായ സ്വയം പ്രവർത്തനമാണ് സർറിയലിസം എന്ന് പ്രസ്താവിച്ചത്. മനസ്സിൻ്റെ കേവലമായ സ്വയം പ്രവർത്തനമാണ് സർറിയലിസം എന്ന് പ്രസ്താവിച്ചത് ആരാണ്? എസ്ര പൗണ്ട്, ആന്ദ്രേ ബ്രട്ടൺ, ടിസ്റ്റൻ സാറ, സാൽവദോർ ദാലി. എസ്ര പൗണ്ട്, ആന്ദ്രേ ബ്രട്ടൺ, ട്രിസ്റ്റൻ സാറ, സാൽവദോർ ദാലി. ഉത്തരം വരിക ആന്ദ്രേ ബട്ടനാണ്. ആന്ദ്രേ ബട്ടൺ. അടുത്ത ചോദ്യം, എ തിയറി ഓഫ് സെമിയോട്ടിക്സ് എന്ന കൃതി ചേരുംപടിയാണ് നൽകിയിരിക്കുന്നത്. അടുത്തത് ആൻ അപ്പോളജി ഫോർ പോയട്രി. അടുത്തത് തിയറി ഓഫ് എസ്തെറ്റിക്സ്. അടുത്തത് സ്റ്റഡീസ് ഇൻ യൂറോപ്യൻ റിയലിസം. ഒന്നുകൂടി പറയാം. പട്ടിക 1 എ തിയറി ഓഫ് സെമിയോട്ടിക്സ്, ആൻ അപ്പോളജി ഫോർ പോയട്രി, തിയറി ഓഫ് എസ്തെറ്റിക്സ്, സ്റ്റഡീസ് ഇൻ യൂറോപ്യൻ റിയലിസം. പട്ടിക 2 ദെറിദ, ക്രോച്ചെ, ഫിലിപ്പ് സിഡ്നി, ഉംബർട്ടോ ഇക്കോ, ലൂക്കാച്ച്. ദെറിദ, ക്രോച്ചെ, ഫിലിപ്പ് സിഡ്നി, ഉംബർട്ടോ എക്കോ, ലൂക്കാച്ച്. ഒരു ഉത്തരം വരിക എ തിയറി ഓഫ് സെമിയോട്ടിക്സ് എന്നുള്ള കൃതി എഴുതിയത് ഉംബർട്ടോ എക്കോ ആണ്. ആൻ അപ്പോളജി ഫോർ പോയട്രി എഴുതിയത് ഫിലിപ്പ് സിഡ്നിയാണ്. തിയറി ഓഫ് എസ്തെറ്റിക്സ് എഴുതിയത് ക്രോച്ചെ. സ്റ്റഡീസ് ഇൻ യൂറോപ്യൻ റിയലിസം എഴുതിയത് ലൂക്കാച്ച് എന്നതാണ്. അടുത്ത ചോദ്യം, ആവശ്യകതയുടെയും സംഭവ്യതയുടെയും നിയമങ്ങളാണ് കവിതയെ ഭരിക്കുന്നത് എന്ന് പ്രഖ്യാപിച്ചത്. ആവശ്യകതയുടേതും സംഭവ്യതയുടെയും നിയമങ്ങളാണ് കവിതയെ ഭരിക്കുന്നത് എന്ന് പ്രഖ്യാപിച്ചത് ആര്? ദാന്തെ, വേഡ്സ്വർത്ത്, അരിസ്റ്റോട്ടിൽ, ലോങ്കിനസ്. ഉത്തരമായിട്ട് വരുന്നത് അരിസ്റ്റോട്ടിലാണ്. ഉത്തരം അരിസ്റ്റോട്ടിലാണ്. അടുത്ത ചോദ്യം, ഭാഷാജ്ഞാനം, ഭാഷാപ്രയോഗം എന്ന ദ്വന്ദ്വ സങ്കല്പനം ആരുടേതാണ്? ഭാഷാജ്ഞാനം, ഭാഷാപ്രയോഗം എന്ന ദ്വന്ദ്വ സങ്കല്പനം ആരുടേതാണ്? ബ്ലൂംഫീൽഡ്, നോം ചോംസ്കി, ദെറിദ, ഹോക്കറ്റ്. ബ്ലൂംഫീൽഡ്, നോം ചോംസ്കി, ദെറിദ, ഹോക്കറ്റ്. ഉത്തരം നോം ചോംസ്കിയാണ്. ഉത്തരം നോം ചോംസ്കിയാണ്. അടുത്ത ചോദ്യം, കഥാർസിസ് എന്ന പദം കടം കൊണ്ടത്. ഒരുപാട് പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ്. കഥാർസിസ് എന്ന പദം കടം കൊണ്ടത് എവിടെ നിന്ന്? സോഫോക്ലീസിൻ്റെ ഈഡിപ്പസിൽ നിന്ന്, ഹോമറിൻ്റെ ഇലിയഡിൽ നിന്ന്, പ്ലേറ്റോയുടെ ഇയോണിൽ നിന്ന്, ഹിപ്പോക്രാറ്റസിൻ്റെ വൈദ്യശാസ്ത്രത്തിൽ നിന്ന്. ഉത്തരം വരിക ഹിപ്പോക്രാറ്റസിൻ്റെ വൈദ്യശാസ്ത്രത്തിൽ നിന്ന് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, മാനസ്വര വ്യവസ്ഥയുടെ ആവിഷ്കർത്താവ് ആര്? ഒരു വട്ടം ചോദിച്ചതാണ് മുൻപ്. മാനസ്വര വ്യവസ്ഥയുടെ ആവിഷ്കർത്താവായിട്ട് ഇവിടെ സൊസ്യൂറ്, ബ്ലൂംഫീൽഡ്, മിക്കായേൽ ബെക്തിൻ, ഡാനിയൽ ജോൺസ് എന്നതാണ് ഓപ്ഷനിൽ നൽകിയിരിക്കുന്നത്. ഉത്തരം ഡാനിയൽ ജോൺസ് ആണ്. ഹരിത ഭാഷാശാസ്ത്രം എന്ന വിജ്ഞാന മേഖലയെ സവിസ്തരം പരിചയപ്പെടുത്തിയ ഭാഷാശാസ്ത്രജ്ഞൻ ആയിട്ടുള്ള ആരാണ് എന്നുള്ള ചോദ്യമുണ്ട്. പീറ്റർ മ്യൂൾ ഹസ്ലർ, ജാൻ സാത്വിക്, ഹാരി വിറ്റേക്കർ, ചാൾസ് സാൻഡേഴ്സ്,
പിയേഴ്സൺ. ഉത്തരം വരുന്നത് പീറ്റർ മ്യൂൾ ഹസ്ലർ എന്നുള്ളതാണ്. ഭാഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യമാണെങ്കിലും അത് ഒരു പാശ്ചാത്യം ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഈ വീഡിയോയിലും കൂടെ പറയുന്നത്. അടുത്ത ചോദ്യം ചേരുംപടിയാണ്. ഇൻ്റർടെക്ച്വാലിറ്റി, കോമ്പീറ്റൻസ് ആൻഡ് പെർഫോമൻസ്, ഡീകൺസ്ട്രക്ഷൻ ആൻഡ് ഡിഫറൻസ്, അട്ടർനെസ്. ഇൻ്റർടെക്ച്വാലിറ്റി, കോമ്പീറ്റൻസ് ആൻഡ് പെർഫോമൻസ്, ഡീകൺസ്ട്രക്ഷൻ ആൻഡ് ഡിഫറൻസ്, അട്ടർനെസ്. പട്ടിക 2 ബ്ലൂംഫീൽഡ്, ദെറിദ, ജൂലിയ ക്രിസ്റ്റേവ, ചോംസ്കി, ബെക്തിൻ. ബ്ലൂംഫീൽഡ്, ദെറിദ, ജൂലിയ ക്രിസ്റ്റേവ, ചോംസ്കി, ബെക്തിൻ. ഉത്തരം ഇൻ്റർടെക്ച്വാലിറ്റി ജൂലിയ ക്രിസ്റ്റേവയാണ്. കോമ്പീറ്റൻസ് ആൻഡ് പെർഫോമൻസ് ചോംസ്കിയാണ്. ഡീകൺസ്ട്രക്ഷൻ ആൻഡ് ഡിഫറൻസ് ദെറിദയാണ്. അട്ടറൻസ് ബെക്തിനാണ്. അടുത്ത ചോദ്യം ലാങ്, പരോൾ എന്നീ സങ്കല്പങ്ങൾ അവതരിപ്പിച്ച ഭാഷാശാസ്ത്രജ്ഞൻ. ലാങ്, പരോൾ സങ്കല്പങ്ങൾ അവതരിപ്പിച്ച ഭാഷാശാസ്ത്രജ്ഞൻ ആര്? നോം ചോംസ്കി, ബ്ലൂംഫീൽഡ്, സൊസ്യൂർ, ഡാനിയൽ ജോൺസ്. 4 പേരെ നൽകിയിട്ടുണ്ട്. ഉത്തരം വരിക നിങ്ങൾക്കറിയാം, ഇതിനു മുൻപും ചോദിച്ച ചോദ്യമാണ്. ഫെർഡിനാൻഡ് ഡി സൊസ്യൂർ. അടുത്ത ചോദ്യം നോം ചോംസ്കി, ഭാഷാശാസ്ത്രത്തിലെ ചോംസ്കിയൻ വിപ്ലവം എന്നീ ഗ്രന്ഥങ്ങൾ എഴുതിയവർ. നോം ചോംസ്കി അതുപോലെ ഭാഷാശാസ്ത്രത്തിലെ ചോംസ്കിയൻ വിപ്ലവം ഈ 2 ഗ്രന്ഥങ്ങൾ എഴുതിയവരുടെ പേരുകളാണ്. ഓപ്ഷൻ 1 KN ആനന്ദും PM ഗിരീഷും. ഓപ്ഷൻ 2 വേണുഗോപാല പണിക്കരും പ്രഭാകര വാര്യരും. ഓപ്ഷൻ 3 KN ആനന്ദും വേണുഗോപാല പണിക്കരും. ഓപ്ഷൻ 4 KN ആനന്ദും ശാന്ത അഗസ്റ്റിനും. ഇതിനകത്ത് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ 3 KN ആനന്ദും വേണുഗോപാല പണിക്കരും എന്നുള്ളതാണ് ഇവിടുത്തെ ഉത്തരം. അടുത്ത ചോദ്യം ചേരുംപടിയാണ്. പട്ടിക 1 A കൊടുത്തിരിക്കുന്നത് അർത്ഥത്തിൻ്റെ അനന്തമായ സ്ഥാനാന്തരീകരണമാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എഴുത്ത്. അർത്ഥത്തിൻ്റെ അനന്തമായ സ്ഥാനാന്തരീകരണമാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എഴുത്ത്. 2 വ്യവഹാരങ്ങൾ അതായത് ഡിസ്കോഴ്സസ് ചിഹ്നങ്ങളാൽ സൈൻ ആൽ നിർമ്മിതമാണ്. വ്യവഹാരങ്ങൾ ചിഹ്നങ്ങളാൽ നിർമ്മിതമാണ്. ഡിസ്കോഴ്സസ് സയൻസ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത ഇതിൽ വരുന്നത് ഭാഷാ വ്യവസ്ഥയ്ക്ക് സദൃശ്യമാണ് സംസ്കാര രംഗത്തെ വ്യവസ്ഥകൾ. ഭാഷാ വ്യവസ്ഥയ്ക്ക് സദൃശ്യമാണ് സംസ്കാര രംഗത്തെ വ്യവസ്ഥകൾ. അടുത്തത് ഏത് കവിതയും ഒരു കാവ്യാന്തരമാണ്. ഇൻ്റർപോയം. ഏത് വായനയും ഒരു പാരായണാന്തരമാണ്. ഇൻ്റർ റീഡിങ്. ഏത് കവിതയും ഒരു കാവ്യാന്തരമാണ്. ഇൻ്റർപോയം. ഏത് വായനയും ഒരു പാരായണാന്തരമാണ്. ഇൻ്റർ റീഡിങ്. പട്ടിക 2 എലൈൻ ഷോൾവാട്ടർ, ഹരോൾഡ് ബ്ലൂം, ദെറിദ, ക്ലോദ് ലെവിസ്ട്രോസ്, ഫൂക്കോ. എലൈൻ ഷോൾവാൾട്ടർ, ഹരോൾഡ് ബ്ലൂം, ക്ലോദ് ലെവിസ്ട്രോസ്, ദെറിദ, ഫൂക്കോ. ഇതിൻ്റെ ഉത്തരം വരുന്നത് അർത്ഥത്തിൻ്റെ അനന്തമായ സ്ഥാനാന്തരീകരണം പറഞ്ഞത് ദെറിദയാണ്. ഡിസ്പ്ലേസ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദെറിദയാണ്. വ്യവഹാരങ്ങൾ ഡിസ്കോഴ്സസിന് ചിഹ്നങ്ങളെക്കുറിച്ച് പറഞ്ഞത് ഫൂക്കോയാണ്. ഭാഷാ വ്യവസ്ഥയ്ക്ക് സദൃശ്യമാണ് സംസ്കാര രംഗത്തെ വ്യവസ്ഥ എന്ന് പറഞ്ഞത് ക്ലോദ് ലെവിസ്ട്രോസ് ആണ്. ഏത് കവിത ഒരു കാവ്യാന്തരമാണ്, ഏത് വായനയും പാരായണാന്തരമാണ് എന്നുള്ളത് പറഞ്ഞത് ഹാരോൾഡ് ബ്ലൂമുമാണ്. ഹരോൾഡ് ബ്ലൂം. അടുത്ത ചോദ്യം ചേരുംപടിയാണ്. പട്ടിക 1 പാഠാതരത്വം, ഇൻ്റർടെക്ച്വാലിറ്റി, എഴുത്തുകാരൻ്റെ മരണം, അപനിർമ്മാണവും വ്യതിരേകവും, സാങ്കല്പിക ക്രമം, ദർപ്പണഘട്ടം, പ്രതീകാത്മക ക്രമം. ഇതൊക്കെ ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട്.
പാഠാന്തരത്വം, ഇൻ്റർടെക്ച്വാലിറ്റി, എഴുത്തുകാരൻ്റെ മരണം, ഡെത്ത് ഓഫ് ദി ഓതർ, അപനിർമ്മാണവും വ്യതിരേകവും, ഡീകൺസ്ട്രക്ഷൻ ആൻഡ് ഡിഫറൻസ്, സാങ്കല്പിക ക്രമം ഇമാജിനറി ഓർഡർ, ദർപ്പണഘട്ടം മിറർ ഇമേജ്, പ്രതീകാത്മക ക്രമം സിംബോളിക് ഓർഡർ. ഇതാണ് ചോദ്യത്തിലുള്ളത്. പട്ടിക 2 ലക്കാൻ, ജൂലിയ ക്രിസ്റ്റേവ, ബാർത്ത്, ദെറിദ, ഗായത്രി സ്പിവക് എന്നിവരെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ പാഠാന്തരത്വം ജൂലിയ ക്രിസ്റ്റേവയാണ്. എഴുത്തുകാരൻ്റെ മരണം നിങ്ങൾക്കറിയാം റൊളാങ് ബാർത്താണ്. അപനിർമ്മാണം എന്ന് കേട്ടാൽ ഉടനെ ഓർക്കേണ്ടത് ദെറിദയാണ്. സാങ്കല്പിക ക്രമം, ദർപ്പണഘട്ടം, പ്രതീകാത്മക ക്രമം ലക്കാനാണ്. അടുത്ത ചോദ്യം, ബൃഹദാഖ്യാനം, ഗ്രാൻഡ് നറേറ്റീവ്. ഈ വാക്ക് ഓർത്ത് വയ്ക്കണം, ഇത് ഇംഗ്ലീഷിലും ചോദിക്കാറുണ്ട്. ഗ്രാൻഡ് നറേറ്റീവ് എന്ന സങ്കല്പനം അവതരിപ്പിച്ചത് ആരാണ്? ലോത്യാർ, ബോദ്രിയാർ, സ്റ്റീഫൻ ഗ്രീൻ ബ്ലാറ്റ്, ടെറി ഈഗിൾട്ടൺ. ഉത്തരമായി വരുന്നത് ലോത്യാറാണ്. ഒരു പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ്, ഇപ്പോൾ 2ാം പ്രാവശ്യമാണ് ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നത്. അടുത്ത ചോദ്യം, മനുഷ്യ സംസ്കാരം അടിത്തറയും സാമ്പത്തിക ഉൽപ്പാദന പ്രക്രിയ മേൽപ്പുരയുമാണെന്ന് സിദ്ധാന്തിച്ചത് മാർക്സ്, റെയ്മണ്ട് വില്യംസ്, ജോർജ് ലൂക്കാച്ച്, ഏംഗൽസ്. മനുഷ്യ സംസ്കാരം അടിത്തറയും സാമ്പത്തിക ഉൽപ്പാദന പ്രക്രിയ മേൽപ്പുരയുമാണെന്ന്, അതായത് മേൽപ്പുര സിദ്ധാന്തം, അടിത്തറ മേൽപ്പുര സിദ്ധാന്തമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം കുറച്ച് മുമ്പ് അതിനെക്കുറിച്ച് വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഇവിടെ ഉത്തരം വരിക മാർക്സ് ആണ്. അടുത്ത ചോദ്യം, സ്ത്രീ അവളുടെ ശരീരത്തെ എഴുത്തിലേക്ക് പ്രവേശിപ്പിക്കണം എന്ന് ആഹ്വാനം ചെയ്ത ഫെമിനിസ്റ്റ് സൈദ്ധാന്തിക. സ്ത്രീ അവളുടെ ശരീരത്തെ എഴുത്തിലേക്ക് പ്രവേശിപ്പിക്കണം എന്ന് ആഹ്വാനം ചെയ്ത ഫെമിനിസ്റ്റ് സൈദ്ധാന്തിക നതാലി ആൻജിയർ, ഹെലൻ സിക്സു, എലൈൻ ഷോ വാൾട്ടർ, സിമോൺ ഡി ബൂവ. ഉത്തരം ഹെലൻ സിക്സു ആണ്. ഹെലൻ സിക്സു ആണ് ഇതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം ചേരുംപടിയാണ്. സൗരസിദ്ധാന്തം, ഘടനാവാദം, കഥാധർമ്മങ്ങൾ, കെട്ടുമുറ സിദ്ധാന്തം എന്നിവയാണ് പട്ടിക 1 സൗരസിദ്ധാന്തം, ഘടനാവാദം, കഥാധർമ്മങ്ങൾ, കെട്ടുമുറ സിദ്ധാന്തം. പട്ടിക 2 മിൽമൻ പ്യാരി, മാക്സ് മുള്ളർ, ലെവിസ്ട്രോസ്, പ്രോപ്പ്, ഗ്രിം സഹോദരന്മാർ എന്നിവരെയാണ് നൽകിയിരിക്കുന്നത്. മുൻപ് ചോദിച്ച ചോദ്യത്തിനെ പോലെ തന്നെയാണ് ഇതും. സൗരസിദ്ധാന്തം പറഞ്ഞിരുന്നു, മാക്സ് മുള്ളറാണ്. ഘടനാവാദം വരുന്നത് ക്ലോദ് ലെവിസ്ട്രോസ് ആണ്. കഥാധർമ്മങ്ങൾ പ്രോപ്പ്, കെട്ടുമുറ സിദ്ധാന്തം മിൽമൻ പ്യാരി. ഇത് ഫോക്ലോറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കെട്ടുമുറ സിദ്ധാന്തം എന്നുള്ളത് ഓർത്ത് വയ്ക്കണം. മിൽമൻ പ്യാരി പലപ്പോഴായിട്ട് ഫോക്ലോർ മേഖലയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യം കൂടിയാണിത്. അടുത്ത ചോദ്യം കാര്യകാരണമാണ്. കാര്യം, വിമർശനത്തിൻ്റേതായി എലിയട്ട് നിരീക്ഷിച്ച 2 ആയുധങ്ങൾ മുണ്ടശ്ശേരി സമർത്ഥമായി ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് നിരൂപണത്തിലും കൂടെ വരുന്ന ചോദ്യമാണ്. വിമർശനത്തിൻ്റേതായി ടി.എസ്. എലിയട്ട് നിരീക്ഷിച്ച 2 ആയുധങ്ങൾ മുണ്ടശ്ശേരി സമർത്ഥമായി ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം 1 ആസ്വാദനവും വ്യാഖ്യാനവും, 2 താരതമ്യവും അപഗ്രഥനവും, 3 ഗുണദോഷ വിചിന്തനവും മൂല്യവിചാരവും, 4 വ്യാഖ്യാനവും താരതമ്യവും. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് 4 മാത്രം ശരി എന്നുള്ളതാണ്. വ്യാഖ്യാനവും താരതമ്യവുമാണ് മുണ്ടശ്ശേരി ഉപയോഗിച്ചിരിക്കുന്നത്, നിരൂപണത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, സംസ്കൃതം, ഗ്രീക്ക്, ലാറ്റിൻ മുതലായ ഭാഷകളുടെ സാദൃശ്യത്തെ മുൻനിർത്തി ഭാഷകളുടെ ഗോത്രബന്ധം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? സംസ്കൃതം, ഗ്രീക്ക്, ലാറ്റിൻ മുതലായ ഭാഷകളുടെ സാദൃശ്യത്തെ മുൻനിർത്തി ഭാഷകളുടെ ഗോത്രബന്ധം എന്ന ആശയം അവതരിപ്പിച്ചത്
റോബർട്ട് കാൾഡ്വെൽ, FW എല്ലിസ്, വില്യം ജോൺസ്, ബ്ലൂംഫീൽഡ്. ഉത്തരത്തിൽ നൽകിയിരിക്കുന്നത് പാശ്ചാത്യ സാഹിത്യകാരന്മാരുള്ളത് കൊണ്ടാണ് ഈ ഒരു ചോദ്യം എടുത്തത്. ഇത് ഭാഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. വില്യം ജോൺസ് ആണ് ഇവിടുത്തെ ഉത്തരം. വില്യം ജോൺസ് ആണ് ഉത്തരം. അടുത്ത ചോദ്യവും ചേരുംപടിയാണ്. പട്ടിക 1 മിഷേൽ ക്രൗസ്റ്റ്, DYK അൽഗോരിതം, ഡയഗ്ലോസിയ, സാംസ്കാരിക ഭാഷാശാസ്ത്രം. പട്ടിക 1 മിഷേൽ ക്രൗസ്, DYK അൽഗോരിതം, ഡയഗ്ലോസിയ, സാംസ്കാരിക ഭാഷാശാസ്ത്രം. പട്ടിക 2 വംശീയ ഭാഷാശാസ്ത്രം, സാമൂഹിക ഭാഷാശാസ്ത്രം, കമ്പ്യൂട്ടേഷണൽ ഭാഷാശാസ്ത്രം, പാരിസ്ഥിതിക ഭാഷാശാസ്ത്രം, മിഷണറി ഭാഷാശാസ്ത്രം എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ഇത് ഭാഷാശാസ്ത്രവും പാശ്ചാത്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. മിഷേൽ ക്രൗസ് വരുന്നത് പാരിസ്ഥിതിക ഭാഷാശാസ്ത്രം. DYK അൽഗോരിതം കമ്പ്യൂട്ടേഷണൽ ഭാഷാശാസ്ത്രത്തിൽപ്പെടുന്നു. ഡയഗ്ലോസിയ സാമൂഹിക ഭാഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സാംസ്കാരിക ഭാഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത് വംശീയ ഭാഷാശാസ്ത്രം എന്നുള്ളതാണ്. അടുത്ത ചോദ്യം പട്ടിക 1 ഡിഫറാൻസ്, ഡയലോജിസം, ഡിസ്കോഴ്സ്, മൈ തീം. ഇംഗ്ലീഷിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് വാക്കുകൾ കൂടി പഠിക്കണമെന്ന് പറഞ്ഞത്. ഡിഫറാൻസ്, ഡയലോജിസം, ഡിസ്കോഴ്സ്, മൈ തീം. പട്ടിക 2 ബക്തിൻ, ഫൂക്കോ, ദറിദ, അൽത്യൂസർ, ലെവിസ്ട്രോസ്. ബക്തിൻ, ഫൂക്കോ, ദറിദ, അൽത്യൂസർ, ലെവിസ്ട്രോസ്. ഉത്തരം വരുന്നത് ഡിഫറാൻസ് എന്നുള്ളത് വ്യതിരേകം, അതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ്. അപനിർമ്മാണം അതിനോടൊപ്പം വരുന്നതാണ് ദറിദ. ഡയലോജിസം മിഖായൽ ബക്തിൻ, ഡിസ്കോഴ്സ് മിഷേൽ ഫൂക്കോ, മൈ തീം എന്നത് ലെവിസ്ട്രോസ്. അടുത്ത ചോദ്യം സ്ത്രീവാദ രചനകൾക്ക് ഫെമിനിസ്റ്റ്, ഫീമെയിൽ എന്ന 3 ഘട്ടങ്ങളുണ്ടെന്ന് നിരീക്ഷിച്ചത് ആരാണ്? സ്ത്രീവാദ രചനകൾക്ക് ഫെമിനിസ്റ്റ്, ഫീമെയിൽ എന്ന് 3 ഘട്ടങ്ങളുണ്ടെന്ന് നിരീക്ഷിച്ചത് ആരാണ്? ഇത് റിപ്പീറ്റഡ് ചോദ്യമാണ്. എലൈൻ ഷോവാൾട്ടർ, ബെറ്റി ഫ്രൈദാൻ, സിമോൺ ദ ബൂവേ, ജൂലിയ ക്രിസ്റ്റേവ. ഉത്തരം വരുന്നത് എലൈൻ ഷോവാൾട്ടറാണ്. ഞാൻ എന്തിനാണ് ഈ ഓപ്ഷൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഇതുമായിട്ട് സ്ത്രീവാദ രചനകൾ അല്ലെ സ്ത്രീവാദ നിരൂപണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വിമർശനത്തിൽ കാണുന്ന പാശ്ചാത്യ രീതിയിൽ കാണുന്ന സ്ത്രീകളുടെ പേരുകളാണ് ഓപ്ഷനിൽ നൽകിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഓപ്ഷനിൽ നൽകിയിരിക്കുന്ന ആളുകൾക്ക് ഇതുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടാവും. പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങളുമായിട്ട് ബന്ധമുള്ളവരെയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാത്തവർ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതിനാണ് ഓപ്ഷൻ കൂടി വായിച്ചു പോകുന്നത്. അടുത്ത ചോദ്യം ലക്ഷക അല്ലെങ്കിൽ മെറ്റഫർ ഭാഷ, ചിന്ത, പ്രവൃത്തി തുടങ്ങി മനുഷ്യൻ വ്യാപരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം സ്വാധീനമുണ്ടെന്നും ലക്ഷകങ്ങൾ മനുഷ്യൻ്റെ സങ്കല്പ വ്യവസ്ഥയുമായി അഭേദബന്ധം പുലർത്തുന്നുവെന്നും സമർത്ഥിച്ചത് ആരാണ്? ലക്ഷകത്തിന് ഭാഷ, ചിന്ത, പ്രവൃത്തി തുടങ്ങി മനുഷ്യൻ വ്യാപരിക്കുന്ന മണ്ഡലങ്ങളുമായെല്ലാം സ്വാധീനമുണ്ടെന്നും ലക്ഷകങ്ങൾ മനുഷ്യൻ്റെ സങ്കലന വ്യവസ്ഥയുമായി അഭേദബന്ധം പുലർത്തുന്നുവെന്നും സമർത്ഥിച്ചത് ആര്? ഓപ്ഷൻ ജോർജ് ലാക്കോഫ്, ഡാറ്റിൻ, വില്യം ഹഡ്സൺ, ദെറിദ. ഉത്തരത്തിൽ വരുന്നത് ജോർജ് ലാക്കോഫ് ആണ്. ജോർജ് ലാക്കോഫ്. അടുത്ത ചോദ്യം ക്രോണോടൈപ്പ് എന്നാൽ എന്ത് എന്നുള്ളതാണ്. ക്രോണോടൈപ്പ് എന്നാൽ എന്താണെന്നാണ് അടുത്ത ചോദ്യം വരുന്നത്. സ്ഥലകാലികത, കാലക്രമ സിദ്ധാന്തം, ഭാഷാസഹായി, സ്വതന്ത്ര ഭേദകം. സ്ഥലകാലികത, കാലക്രമ സിദ്ധാന്തം, ഭാഷാസഹായി, സ്വതന്ത്ര ഭേദകം. ഉത്തരം വരുന്നത് സ്ഥലകാലികത എന്നുള്ളതാണ്. ക്രോണോടൈപ്പ്
എന്നുള്ള വാക്ക് ഉദ്ദേശിക്കുന്നത് എന്ത് എന്നുള്ളതിൻ്റെ ഉത്തരം സ്ഥലകാലികത എന്നുള്ളതാണ്. അടുത്ത ചോദ്യം ചേരുംപടിയാണ്. പട്ടിക 1 റിസപ്ഷൻ, സ്ട്രക്ചറലിസം, ഡീകൺസ്ട്രക്ഷൻ, ഹെർമാന്യൂട്ടിക്സ്. റിസപ്ഷൻ, സ്ട്രക്ചറലിസം, ഡീകൺസ്ട്രക്ഷൻ, ഹെർമാന്യൂട്ടിക്സ്. പട്ടിക 2 ദെറിദ, മാർട്ടിൻ ഹൈഡഗർ, സ്റ്റാൻലി ഫിഷ്, ഹാൻസ് റോബർട്ട് ജാസ്, സൊസൂർ. ദെറിദ, മാർട്ടിൻ ഹൈഡഗർ, സ്റ്റാൻലി ഫിഷാണ് സ്റ്റാൻലി ഫിഷ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഹാൻസ് റോബർട്ട് ജാസ്, സൊസൂർ ഫെർഡിനാൻഡ് ഡി സൊസൂർ. ഉത്തരം വരുന്നത് റിസപ്ഷൻ ഹാൻസ് റോബർട്ട് ജാസ്, സ്ട്രക്ചറലിസം സൊസൂർ, ഡീകൺസ്ട്രക്ഷൻ ദെറിദ, ഹെർമാന്യൂട്ടിക്സ് മാർട്ടിൻ ഹൈഡഗർ എന്നതാണ്. അടുത്ത ചോദ്യം ചേരുംപടിയാണ്. സാംസ്കാരിക ഭൗതികവാദം, രാഷ്ട്രീയ അബോധം, കോളനീയാന്തരവാദം, ഘടനാവാദം. സാംസ്കാരിക ഭൗതികവാദം, രാഷ്ട്രീയ അബോധം, കോളനീയാന്തരവാദം, ഘടനാവാദം. പട്ടിക 2 ഫ്രെഡറിക് ജെയിംസൺ, ജൊനാഥൻ കുള്ളർ, അലൻ സിൻഫീൽഡ്, സ്റ്റാൻലി ഫിഷ്, ഹോമി കെ ബാബ എന്നതാണ് നൽകിയിരിക്കുന്നത്. ഉത്തരം സാംസ്കാരിക ഭൗതികവാദം ജൊനാഥൻ കുള്ളർ, രാഷ്ട്രീയ അബോധം സ്റ്റാൻലി ഫിഷ്, കോളനിയാന്തരവാദം ഹോമി കെ ബാബ, ഘടനാവാദം അലൻ സിൻഫീൽഡ് എന്നിവരാണ് നൽകിയിരിക്കുന്നത്. മുൻപ് നമ്മൾ ഘടനാവാദത്തിന് വേറെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിസ്റ്റിലേക്ക് ഈ ഒരു പേര് കൂടി ചേർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യവും ചേരുംപടി തന്നെയാണ്. പട്ടിക 1 കലയുടെ പ്രബോധനാംശം സൗന്ദര്യത്തേക്കാൾ പ്രധാനമാണ്. കലയുടെ പ്രബോധനാംശം സൗന്ദര്യാംശത്തേക്കാൾ പ്രധാനമാണ്. മഹനീയങ്ങളായ സങ്കല്പങ്ങളെ വാർത്തെടുക്കാനുള്ള മനസ്സിൻ്റെ കഴിവ്. മഹനീയങ്ങളായ സങ്കല്പങ്ങളെ വാർത്തെടുക്കാനുള്ള മനസ്സിൻ്റെ കഴിവ്. അജ്ഞതയിൽ നിന്നും അറിവിലേക്കുള്ള പരിണാമം. അജ്ഞതയിൽ നിന്നും അറിവിലേക്കുള്ള പരിണാമം. സ്ഥലകാല വ്യവസ്ഥയിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെട്ട സ്മരണാ സമ്പ്രദായം. സ്ഥലകാല വ്യവസ്ഥയിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെട്ട സ്മരണാ സമ്പ്രദായം. പട്ടിക 2 മനോധർമ്മം, അതായത് ഫാൻസി, അഭിജ്ഞാനം, അനഗ്നോറിസിസ്, ഉദാത്തത, അസ്തിത്വബോധം, നിയോ ക്ലാസിസിസം. മനോധർമ്മം, ഫാൻസി, അഭിജ്ഞാനം, അനഗ്നോറിസിസ്, ഉദാത്തത, അസ്തിത്വബോധം, നിയോ ക്ലാസിസിസം എന്നിവയാണ് പട്ടിക 2 നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം കലയുടെ പ്രബോധനാംശം സൗന്ദര്യ അംശത്തേക്കാൾ പ്രധാനമാണ്. അതാണ് ഉദാത്തത മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദം. കലയുടെ പ്രബോധനാംശം സൗന്ദര്യാംശത്തേക്കാൾ പ്രധാനമാണ് എന്ന് പറഞ്ഞാൽ അത് ഉദാത്തതയാണ്. മഹനീയങ്ങളായ സങ്കല്പങ്ങളെ വാർത്തെടുക്കാനുള്ള മനസ്സിൻ്റെ കഴിവ്, അതാണ് നിയോ ക്ലാസിസത്തിൽ സംഭവിച്ചത്. അതാണ് അജ്ഞതയിൽ നിന്നും അറിവിലേക്കുള്ള പരിണാമം. അതിനെയാണ് നമ്മൾ ഫാൻസി എന്ന് പറയുന്നത്. മനോധർമ്മം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അജ്ഞതയിൽ നിന്നും അറിവിലേക്കുള്ള പരിണാമം. സ്ഥലകാല വ്യവസ്ഥയിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെട്ട സ്മരണാ സമ്പ്രദായം, അതാണ് അസ്തിത്വബോധം. അടുത്ത ചോദ്യം. അർത്ഥത്തിൻ്റെ അനന്തമായ സ്ഥാനാന്തരണമാണ് എഴുത്ത് എന്ന് ആരുടെ സങ്കല്പമാണ്? ഇത് ഒരു ചേരുംപടിയിലും വന്നിട്ടുണ്ടായിരുന്നു. അർത്ഥത്തിൻ്റെ അനന്തമായ സ്ഥാനാന്തരീകരണമാണ് എഴുത്ത് എന്നത് ആരുടെ സങ്കല്പമാണ് എന്നായിരുന്നു
അവിടെ ചേരുംപടിയിലുണ്ടായിരുന്നത്. സൊസൂർ, ദെറിദ, ലെവിസ്ട്രോസ്, റീഫാറ്റർ എന്നിവരാണ് ഓപ്ഷനിലുള്ളത്. ഉത്തരം ദെറിദയാണ്. ഉത്തരമായി വരുന്നത് ദെറിദയാണ്. അടുത്ത ചോദ്യം, പ്ലേറ്റോയുടെ കാവ്യകലാനിഷേധത്തിൻ്റെ കാരണങ്ങൾ. പ്ലേറ്റോയുടെ കാവ്യകലാനിഷേധത്തിൻ്റെ കാരണങ്ങൾ എന്തെന്നാണ് അടുത്ത ചോദ്യം. നവംബർ 2020 ചോദ്യപേപ്പറിൽ നിന്നുള്ള ചോദ്യമാണിത്. കലാകാരൻ സൃഷ്ടിക്കുന്ന ആധുനികത അതിവൈകാരികതയും അസത്യ ചിത്രണവും, അനുകരണത്തിൻ്റെ അനുകരണം നടക്കുന്നു, മാദകമായ സ്ത്രീ വർണ്ണനകൾ, പ്രതിഭയുടെ അഭാവം. കലാകാരൻ സൃഷ്ടിക്കുന്ന ആധുനികത അതിവൈകാരികതയും അസത്യ ചിത്രണവും, അനുകരണത്തിൻ്റെ അനുകരണം നടക്കുന്നു, മാദകമായ സ്ത്രീ വർണ്ണനകൾ, പ്രതിഭയുടെ അഭാവം. ഉത്തരമായിട്ട് വരുന്നത് എയും ബിയുമാണ്. കലാകാരൻ സൃഷ്ടിക്കുന്ന ആധുനികത അതിവൈകാരികതയും അസത്യ ചിത്രണവും. ഇതിനെയാണ് പ്ലേറ്റോ എതിർത്തത്. കാവ്യകലാ നിഷേധമായിട്ട് പ്ലേറ്റോ കൊണ്ടുവച്ചിരിക്കുന്ന കാരണങ്ങളാണ് ഈ രണ്ടെണ്ണം. അടുത്ത ചോദ്യം കാര്യകാരണമാണ്. കാര്യം, മാർക്സിയൻ വ്യാഖ്യാന ശാസ്ത്രത്തിൻ്റെ ആധുനികോത്തര രൂപമാണ് ഫ്രെഡറിക് ജെയിംസൺ. മാർക്സിയൻ വ്യാഖ്യാന ശാസ്ത്രത്തിൻ്റെ ആധുനികോത്തര രൂപമാണ് ഫ്രെഡറിക് ജെയിംസൺ. 1. കാരണം, ഉയർന്നു വരുന്ന മുതലാളിത്തത്തിൽ എങ്ങനെയാണ് ഒരു ബൂർഷ്വാ കർത്തൃത്വം രൂപപ്പെടുന്നത് എന്ന് ജെയിംസൺ അന്വേഷിച്ചു. ഉയർന്നു വരുന്ന മുതലാളിത്തത്തിൽ എങ്ങനെയാണ് ഒരു ബൂർഷ്വാ കർത്തൃത്വം രൂപപ്പെടുത്തുന്നത് എന്ന് ജെയിംസൺ അന്വേഷിച്ചു. കാരണം 2. ആധുനികാനന്തരം ഉയർന്നു വന്ന സാങ്കേതിക സംസ്കാരത്തിൻ്റെ സാധ്യതകളും ബാധ്യതകളും കൃത്യമായി അടയാളപ്പെടുത്തി. ആധുനികാനന്തരം ഉയർന്നു വന്ന സാങ്കേതിക സംസ്കാരത്തിൻ്റെ സാധ്യതകളും ബാധ്യതകളും കൃത്യമായി അടയാളപ്പെടുത്തി. 3. പ്രാന്തവൽക്കരിക്കപ്പെടുന്ന സംസ്കാരങ്ങൾക്കും ജനവിഭാഗങ്ങൾക്കും ഇടം നൽകുന്ന അന്വേഷണങ്ങൾ നടത്തി. പ്രാന്തവൽക്കരിക്കപ്പെടുന്ന സംസ്കാരങ്ങൾക്കും ജനവിഭാഗങ്ങൾക്കും ഇടം നൽകുന്ന അന്വേഷണങ്ങൾ നടത്തി. 4. അടിത്തറ മേൽപ്പുര സിദ്ധാന്തത്തെ പൂർണ്ണമായും നിരാകരിച്ചു. അടിത്തറ മേൽപ്പുര സിദ്ധാന്തത്തെ പൂർണ്ണമായും നിരാകരിച്ചു. ഇതിൽ 2 കാരണങ്ങളാണ് ശരി. കാര്യം ശരിയാണ്. കാരണം 2 എണ്ണമാണ് ശരി. 3ഉം 4ഉമാണ് ശരി. പ്രാന്തവൽക്കരിക്കപ്പെടുന്ന സംസ്കാരങ്ങൾക്കും ജനവിഭാഗങ്ങൾക്കും ഇടം നൽകുന്ന അന്വേഷണങ്ങൾ നടത്തി. അടിത്തറ മേൽപ്പുര സിദ്ധാന്തത്തെ പൂർണ്ണമായും നിരാകരിച്ചു. ഈ 2 എണ്ണമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, സ്ത്രീവാദ രചനകൾക്ക് ഷോവാൾട്ടർ സങ്കല്പിക്കുന്ന ഘടകങ്ങൾ. സ്ത്രീവാദ രചനകൾക്ക് ഷോവാൾട്ടർ സങ്കല്പിക്കുന്ന ഘടകങ്ങൾ. നേരത്തെ അതിൻ്റെ ഇംഗ്ലീഷ് വിഭാഗങ്ങളായിട്ടുള്ളത് നൽകിയിട്ട്, ആ ഘടകങ്ങളെ നൽകിയിട്ട് അതാരുടെ ചിന്തകളാണ് എന്നുള്ളത് ചോദിച്ചിരുന്നു. ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്ത്രൈണം, സ്ത്രീ വിമോചകം, സ്ത്രീ വിഷയകം, സൗന്ദര്യാത്മകം, സ്ത്രീവാദപരം, ഫെമിനിൻ, ഫീമെയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരിൽ വരുന്നതാണിത്. ഇവിടെ ഉത്തരം വരുന്നത് സ്ത്രൈണം, സ്ത്രീ വിഷയകം, സ്ത്രീവാദപരം. സ്ത്രൈണം, സ്ത്രീ വിഷയകം, സ്ത്രീവാദപരം. അടുത്ത ചോദ്യം, കഥാർസിസ് ഒരു വൈദ്യശാസ്ത്ര രൂപകമാണെന്ന് സമ്മതിക്കാതെ നാടകശാല ഒരു ആശുപത്രിയല്ല എന്ന വിഖ്യാതമായ പ്രസ്താവന നടത്തിയതാര്? കഥാർസിസ് ഒരു വൈദ്യശാസ്ത്ര രൂപകമാണെന്ന് സമ്മതിക്കാതെ നാടകശാല ഒരാശുപത്രിയല്ല എന്ന വിഖ്യാതമായ പ്രസ്താവന നടത്തിയത് ആര്? ബുച്ചർ, F.L. ലൂക്കാസ്, ഹംഫ്രി ഹൗസ്, ഇമ്മാനുവൽ കാൻറ്റ്. ഇമ്മാനുവൽ കാൻറ്റ്. ഉത്തരമായിട്ട് വരുന്നത് F.L. ലൂക്കാസ് ആണ്. F.L. ലൂക്കാസ് ആണ് ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഡിസംബർ 2021 ചോദ്യപേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഫെമിനിസവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ
ശരിയായവ ഏത്? ഫെമിനിസവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏത്? എ. വ്യവസ്ഥാപിത കുടുംബസങ്കല്പത്തെ ചോദ്യം ചെയ്തു. ബി. പുരുഷ മേധാവിത്വം നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയെ നിരാകരിച്ചു. സി. സ്ത്രീകളെ ആദർശവൽക്കരിച്ചു. ഡി. സ്വത്വാവിഷ്കാരത്തിനുള്ള ഭാഷ കണ്ടെത്തി. സ്വത്വാവിഷ്കാരത്തിനുള്ള ഭാഷ കണ്ടെത്തി. ഇവിടെ ഉത്തരമായിട്ട് വരിക വ്യവസ്ഥാപിത കുടുംബസങ്കല്പത്തെ ചോദ്യം ചെയ്തു, പുരുഷ മേധാവിത്വം നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയെ നിരാകരിച്ചു, സ്വത്താവിഷ്കാരത്തിനുള്ള ഭാഷ കണ്ടെത്തി. സ്ത്രീകളെ ആദർശവൽക്കരിച്ചു എന്നത് തെറ്റാണ്. അടുത്ത ചോദ്യം, ഭാഷ അപഗ്രഥന രീതികളിൽ പെടുന്നത് ഏതെല്ലാം? ഏകകാലികം, ബഹുകാലികം, താരതമ്യാത്മകം, കക്ഷ്യാത്മകം. ഇവിടെ ഉത്തരമായി വരിക ഭാഷയുടെ അപഗ്രഥനം നടത്തുന്നത് ഒരു കാലത്തിൽ മാത്രമാണെങ്കിൽ അതിനാണ് ഏകകാലികം എന്ന് പറയുന്നത്. ഒന്നിലധികം കാലങ്ങളാണെങ്കിൽ ബഹുകാലികം, താരതമ്യം 2 കാലഘട്ടങ്ങളെയോ കൂടുതൽ കാലഘട്ടങ്ങളെയോ ചേർത്ത് താരതമ്യം ചെയ്യുന്നതാണ് താരതമ്യാത്മകം. ഈ 3 എണ്ണമാണ് ഭാഷ അപഗ്രഥന രീതികളായിട്ട് വരുന്നത്. കക്ഷ്യാത്മകം എന്ന് പറഞ്ഞാൽ ഭാഷയുടെ ഒരു രീതി, ഭാഷയുടെ ലിപി, അതുപോലെ തന്നെ പ്രകൃതി, പ്രത്യയം, ഇതൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെയും കൂടെ നോക്കിയിട്ടുള്ളതാണ് ഈ കക്ഷ്യാത്മകം. അത് അപഗ്രഥനത്തിൽ പെടുന്നില്ല. അടുത്ത ചോദ്യം, റിവേഴ്സൽ എന്ന സംജ്ഞ കൊണ്ട് അരിസ്റ്റോട്ടിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? റിവേഴ്സൽ എന്ന സംജ്ഞ കൊണ്ട് അരിസ്റ്റോട്ടിൽ ഉദ്ദേശിക്കുന്നത് എന്ത്? എ. ദുരന്തം കടന്നു വരാനുള്ള പഴുത്. ബി. ഒരു അവസ്ഥയിൽ നിന്നും വിരുദ്ധമായ അവസ്ഥയിലേക്കുള്ള മാറ്റം. സി. കഥാപാത്രത്തിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായ പെരുമാറ്റം. ഡി. ഇതിവൃത്തം ആരംഭിച്ച സ്ഥലത്ത് തന്നെ എത്തിച്ചേരൽ. ദുരന്തം കടന്നു വരാനുള്ള പഴുത്, ഒരവസ്ഥയിൽ നിന്ന് വിരുദ്ധമായ അവസ്ഥയിലേക്കുള്ള മാറ്റം, കഥാപാത്രത്തിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായ പെരുമാറ്റം, ഇതിവൃത്തം ആരംഭിച്ച സ്ഥലത്ത് തന്നെ എത്തിച്ചേരൽ. ഉത്തരം ഒരവസ്ഥയിൽ നിന്നും വിരുദ്ധമായ അവസ്ഥയിലേക്കുള്ള മാറ്റം എന്നതാണ്. അടുത്ത ചോദ്യം, സ്ത്രീ പ്രസ്ഥാനത്തിന് വുമണിസം എന്നു പേർ നൽകിയ ഫെമിനിസ്റ്റ് ചിന്തക. സ്ത്രീ പ്രസ്ഥാനത്തിന് വുമണിസം എന്നു പേര് നൽകിയ ഫെമിനിസ്റ്റ് ചിന്തക. ഓപ്ഷനിൽ ജർമൻ ഗ്രീർ, ആലിസ് വാക്കർ, ഏഞ്ചല ഡേവിഡ്, കേറ്റ് മില്ലറ്റ്. ഉത്തരം വരുന്നത് ആലിസ് വാക്കറാണ്. ആലിസ് വാക്കറാണ് വുമണിസം എന്ന സംജ്ഞ മുന്നോട്ട് വച്ചത്. അടുത്ത ചോദ്യം, ആന്ദ്രേ ബ്രട്ടൺ, എമിലി സോള, എസ്ര പൗണ്ട് എന്നിവരുമായി യഥാക്രമം ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളുടെ ശരിയായ ഗണമേത്? ഒരുപാട് പ്രാവശ്യം ചോദിച്ച ചോദ്യങ്ങളിൽ നിന്ന് ഒരുമിച്ച് തന്നിരിക്കുന്ന ചോദ്യമാണിത്. ആന്ദ്രേ ബ്രട്ടൺ സർറിയലിസമാണ്, എമിലി സോള നാച്ചുറലിസമാണ്. ഇതിൽ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരാൾ എസ്ര പൗണ്ടാണ്. ഇമേജിസം, എസ്ര പൗണ്ട് ഇമേജിസം ആണ്. അടുത്ത ചോദ്യം 2022 ഒക്ടോബറിലെ ചോദ്യപേപ്പറിൽ നിന്നാണ്. ഷിഫ്റ്റ് 1 ഞാൻ എഴുതിയ പരീക്ഷയാണിത്. പട്ടിക 1 ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്, മില്യു, സൈനസ്തൈസിസ്, ഇൻ്റർടെക്ച്വാലിറ്റി. പട്ടിക 2 ജൂലിയ ക്രിസ്റ്റേവ, ഹിപ്പോലൈറ്റ് ടെയിൻ, TS എലിയറ്റ്, IA റിച്ചാർഡ്സ്. ഇതിൽ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്നുള്ള വാക്ക് നമുക്ക് കൃത്യമായിട്ടറിയാം. അത് TS എലിയറ്റ് ആണ്. TS എലിയറ്റ് ആണ് അത് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് അല്ലെങ്കിൽ വസ്തു സംയോജകം. മില്യു, അത് പരീക്ഷയ്ക്ക് ആദ്യമായിട്ട് ചോദിക്കുകയാണ്. മില്യു അത് ഹിപ്പോലൈറ്റ് ടെയിൻ ആണ്. ഹിപ്പോലൈറ്റ് ടെയിൻ. സൈനസ്തെസിസും നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. IA റിച്ചാർഡ്സ്. IA റിച്ചാർഡ്സ് ആണ് അത് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇൻ്റർടെക്ച്വാലിറ്റി ജൂലിയ ക്രിസ്റ്റേവ, അത് മുൻപിലെ ചോദ്യത്തിൽ നിന്നുള്ളതാണ്. ഇൻ്റർടെക്ച്വാലിറ്റി ജൂലിയ ക്രിസ്റ്റേവ. ഉത്തരം
വരുന്നത് എഴുതി വെച്ചിട്ട് പഠിക്കാൻ നോക്കുക. പലപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ചേരുംപടി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, സാഹിത്യ പ്രസ്ഥാനങ്ങളുടെ കാലക്രമമാണ്. റിയലിസം, റൊമാൻറ്റിസിസം, സ്ട്രക്ചറലിസം, എക്സിസ്റ്റൻഷ്യലിസം, ക്ലാസിസിസം എന്നിവയാണ് നൽകിയിരുന്നത്. ഇതിൽ ആദ്യം വരുന്നത് ക്ലാസിസിസമാണ്. രണ്ടാമത് വരുന്നത് റൊമാൻറ്റിസിസമാണ്. മൂന്നാമത് വരുന്നത് റിയലിസവും, നാലാമത് എക്സിസ്റ്റൻഷ്യലിസവും, അഞ്ചാമത് വരുന്നത് സ്ട്രക്ചറലിസവുമാണ്. ഒന്നുകൂടി പറയാം. ക്ലാസിസിസം, റൊമാൻറ്റിസിസം, റിയലിസം, എക്സിസ്റ്റൻഷ്യലിസം, സ്ട്രക്ചറലിസം എന്നിവയാണ് കാലക്രമത്തിൽ നൽകിയിരിക്കുന്നത്. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ 2022 മുതലാണ് കണ്ടുവരുന്നത്. ചോദ്യപേപ്പറിൻ്റെ പാറ്റേണിൽ ഇച്ചിരി ഡിഫറൻസ് ഒക്കെ വന്നിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അടുത്ത ചോദ്യം, കലയെ നല്ല കല, ഗുഡ് ആർട്ട്, മഹത്തായ കല, ഗ്രേറ്റ് ആർട്ട് എന്നിങ്ങനെ വിവേചിച്ച് ചിന്തിച്ചത് ഏത് പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തകനാണ് എന്നാണ് ചോദ്യം. കലയെ നല്ല കല അഥവാ ഗുഡ് ആർട്ട്, മഹത്തായ കല അഥവാ ഗ്രേറ്റ് ആർട്ട് എന്ന് വിവേചിച്ച് ചിന്തിച്ചത് ആരാണ്? ഉത്തരം വാൾട്ടർ പേറ്ററാണ്. ശുദ്ധകലാവാദമൊക്കെ മുന്നോട്ട് വെച്ച ആളാണ് വാൾട്ടർ പേറ്റർ. ചേരുംപടിയിൽ ശുദ്ധകലാവാദം വന്നാലും വാൾട്ടർ പേറ്റർ എന്ന് നിങ്ങൾ ഓർക്കണം. അടുത്ത ചോദ്യം, ട്രാജഡിയുടെ ഘടകങ്ങളിൽ പെടാത്തത് ഏത്? ട്രാജഡിയുടെ ഘടകങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷനിൽ ഇതിവൃത്തം, സ്ഥലം, കഥാപാത്രങ്ങൾ, ചിന്ത എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ഇതിവൃത്തം, സ്ഥലം, കഥാപാത്രങ്ങൾ, ചിന്ത. ഇതിൽ ഉത്തരമായിട്ട് വരുന്നത് സ്ഥലമാണ്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഐക്യത്രയം എന്ന് പറയുന്നതിലാണ് ഈ ഒരു കാര്യം വരുന്നത്. കാലം, ക്രിയ, സ്ഥലം ഒക്കെ ഐക്യത്രയത്തിലാണ് വരുന്നത്. 6 കാര്യങ്ങളാണ് ട്രാജഡിയുടെ ഘടകങ്ങളായിട്ട് പറയുന്നത്. ഇതിവൃത്തം, പാത്രസ്വഭാവം, രചനാരീതി, വിചാരാംശം, ദൃശ്യം, സ്വരമാധുര്യം എന്നിവയാണത്. അതിന് തന്നെ നമ്മൾ വിവർത്തനത്തിൽ മറ്റു രീതിയിൽ എടുക്കുമ്പോഴാണ് ഈ ചിന്ത എന്നുള്ള രീതിയൊക്കെ വരുന്നത്. ചിന്ത, വിചാരാംശത്തിനെയാണ് ചിന്ത എന്നുകൂടി പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത്. സ്ഥലമാണ്. ട്രാജഡിയുടെ ഘടകമല്ല, ഐക്യത്രയത്തിലാണ് അത് വരുന്നത്. അടുത്ത ചോദ്യം, അരിസ്റ്റോട്ടലിൻ്റേതായിട്ടുള്ള സങ്കല്പങ്ങൾ മാത്രം കണ്ടെത്തുക. അരിസ്റ്റോട്ടലിൻ്റേതായ സങ്കല്പങ്ങൾ കണ്ടെത്തുക. ഹമേർഷ്യ, സബ്ലിമേഷൻ, പോയസിസ്, റിവേഴ്സൽ, ഡിസ്കവറി എന്നിവയാണ് ഓപ്ഷനിലുണ്ടായിരിക്കുന്നത്. ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഷിഫ്റ്റ് 2-ൻ്റെ ചോദ്യപേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഇതിൽ എയും ഡിയും ഇയും മാത്രമായിരുന്നു ഉത്തരം. ഹമേർഷ്യ, റിവേഴ്സൽ, ഡിസ്കവറി ഈ 3 പദങ്ങളാണ് അരിസ്റ്റോട്ടലിൻ്റേതായിട്ട് ഉള്ളത്. ഹമേർഷ്യ എന്ന് പറഞ്ഞാൽ ഒരു കഥാനായകൻ, അയാൾ തന്നെയാണ് അയാളുടെ ദുരന്തത്തിന് കാരണമായി തീർന്നത് എന്നുള്ള അയാൾക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നതാണ് ഹമേർഷ്യ. റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നാടകം പെട്ടെന്ന് അതിൻ്റെ കഥയിൽ നിന്ന് മറ്റൊരു ട്വിസ്റ്റിലേക്ക് മാറിപ്പോകുന്നതിനെയാണ് നമ്മൾ റിവേഴ്സൽ എന്ന ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിസ്കവറി, അജ്ഞാനത്തിൽ നിന്നും കഥാപാത്രം ജ്ഞാനത്തിലേക്ക് സഞ്ചരിക്കുന്നതാണ്. അത് സബ്ലിമേഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഉദാത്തതയാണ്. ഓൺ ദി സബ്ലൈം എന്ന് പറഞ്ഞിരിക്കുന്ന പുസ്തകത്തിൽ ലോങ്കിനസ് ആണ് ഉദാത്തത മുന്നോട്ട് വച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. പിന്നെ പോയസിസ് എന്ന് പറഞ്ഞാൽ ഹോരസ് മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു കാര്യമാണ് പോയസിസ് എന്നുള്ള സംജ്ഞ. അപ്പോൾ ഇത്രയുമാണ് ഷിഫ്റ്റ് 2-ലെ ചോദ്യങ്ങളായിട്ടുണ്ടായിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ 2023 ഫെബ്രുവരിയിലെ ചോദ്യപേപ്പറാണ്. ലക്ഷകങ്ങൾ മനുഷ്യൻ്റെ സങ്കല്പന വ്യവസ്ഥയുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്നു എന്ന് സമർത്ഥിച്ചത്. ലക്ഷകങ്ങൾ മനുഷ്യൻ്റെ സങ്കല്പന വ്യവസ്ഥയുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്നുവെന്ന് സമർത്ഥിച്ചത് ആരാണ്?
ജോർജ് ലക്കോഫ്, ഡോക്കിൻ എ എച്ച്, വില്യം ഹഡ്സൺ, ബാർത്ത്. ജോർജ് ലക്കോഫ്, ഡോക്കിൻ എ എച്ച്, വില്യം ഹഡ്സൺ, ബാർത്ത് എന്നിവരാണ് ഓപ്ഷനിലുള്ളത്. ജോർജ് ലക്കോഫാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഭാഷയുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന ഘടകങ്ങളായി യാക്കോബ്സൺ ചൂണ്ടിക്കാണിക്കുന്നത്. ഭാഷയുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന ഘടകങ്ങളായി യാക്കോബ്സൺ ചൂണ്ടിക്കാട്ടുന്നത് എന്തെല്ലാമാണ്? എ പ്രേക്ഷകൻ, ബി സ്വീകർത്താവ്, സി സൂചകം, ഡി ലാങ്. 3 എണ്ണമാണ് ഇതിനകത്ത് വരുന്നത്. ഭാഷയുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന ഘടകങ്ങളായി യാക്കോബ്സൺ ചൂണ്ടിക്കാട്ടുന്നത് ഉത്തരമായിട്ട് വരുന്നത് പ്രേക്ഷകൻ, സ്വീകർത്താവ്, സൂചകം എന്നതാണ്. പ്രേക്ഷകൻ, സ്വീകർത്താവ്, സൂചകൻ എന്നതാണ്. അടുത്ത ചോദ്യം, ഉദാത്തതയുടെ സ്രോതസ്സുകളിൽ ആർജിത കലാസിദ്ധികളെന്ന് ലോങ്കിനസ് പരിഗണിക്കുന്നവ. ഉദാത്തതയുടെ സ്രോതസ്സുകളിൽ ആർജിത കലാസിദ്ധികളെന്ന് ലോങ്കിനസ് പരിഗണിക്കുന്നവ എന്തെല്ലാമാണ്? ചിന്തയുടെ ഔന്നത്യം, വികാരപ്രസരണ ക്ഷമത, ഉക്തിവൈചിത്ര്യങ്ങളുടെ പ്രയോഗം, പദവിന്യാസ വൈശിഷ്ട്യം, ഗംഭീരവും സുഘടിതവുമായ ഘടന. ചിന്തയുടെ ഔന്നത്യം, വികാരപ്രസരണ ക്ഷമത, ഉക്തിവൈചിത്ര്യങ്ങളുടെ പ്രയോഗം, പദവിന്യാസ വൈശിഷ്ട്യം, ഗംഭീരവും സുഘടിതവുമായ ഘടന. ഇതിനകത്ത് ഉത്തരമായിട്ട് വരുന്നത്, ഇത്തരം ചോദ്യങ്ങളിൽ എ ബി സി, ബി സി ഡി, സി ഡി ഇ അങ്ങനെയായിരിക്കും ഉത്തരം ഉണ്ടാവുക. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഉക്തിവൈചിത്ര്യങ്ങളുടെ പ്രയോഗം, പദവിന്യാസ വൈശിഷ്ട്യം, ഗംഭീരവും സുഘടിതവുമായ ഘടന എന്നതാണ്. ഉക്തിവൈചിത്ര്യങ്ങളുടെ പ്രയോഗം, പദവിന്യാസ വൈശിഷ്ട്യം, ഗംഭീര സുഘടിതവുമായ ഘടന എന്നതാണ്. അടുത്ത ചോദ്യം, അരിസ്റ്റോട്ടലിൻ്റെ അനുകരണ സിദ്ധാന്ത ചിന്തയിൽ കടന്നുവരുന്ന തത്വങ്ങൾ. അരിസ്റ്റോട്ടലിൻ്റെ അനുകരണ സിദ്ധാന്ത ചിന്തയിൽ കടന്നുവരുന്ന തത്വങ്ങൾ. 1. അനുകരണമാണ് കലയെ കലയാക്കുന്നത്. 2ാമത്തെ പോയിൻ്റ്, മനുഷ്യജീവിതമാണ് കലയുടെ പ്രമേയം. 3. സാഹിത്യവും സംഗീതവും അനുകരണത്തിൻ്റെ പ്രകാരഭേദങ്ങളാണ്. 4. ഇതിഹാസവും കോമഡിയും ശ്രേഷ്ഠമായ ജീവിതത്തെ അനുകരിക്കുന്നു. അനുകരണമാണ് കലയെ കലയാക്കുന്നത്. മനുഷ്യജീവിതമാണ് കലയുടെ പ്രമേയം. സാഹിത്യവും സംഗീതവും അനുകരണത്തിൻ്റെ പ്രകാരഭേദങ്ങളാണ്. ഇതിഹാസവും കോമഡിയും ശ്രേഷ്ഠമായ ജീവിതത്തെ അനുകരിക്കുന്നു. ഇതിൽ ഉത്തരമായിട്ട് വരുന്നത് എ, ബി, സി ആണ്. അനുകരണമാണ് കലയെ കലയാക്കുന്നത്. മനുഷ്യജീവിതമാണ് കലയുടെ പ്രമേയം. സാഹിത്യവും സംഗീതവും അനുകരണത്തിൻ്റെ പ്രകാരഭേദങ്ങളാണ് എന്നുള്ളതാണ് അനുകരണ സിദ്ധാന്തത്തിൽ അരിസ്റ്റോട്ടിൽ മുന്നോട്ട് വയ്ക്കുന്നത്. അടുത്ത ചോദ്യം, കലയുടെ അപജയത്തിന് ടോൾസ്റ്റോയ് പറയുന്ന കാരണങ്ങൾ എന്തെല്ലാം? കലയുടെ അപജയത്തിന് ടോൾസ്റ്റോയ് പറയുന്ന കാരണങ്ങൾ. കല ആദായകരമായ ഒരു തൊഴിലായി തീർന്നത്. 2ാമത്തെ പോയിൻ്റ്, കലാകാരന്മാർക്ക് കിട്ടുന്ന സ്ഥാനമാനങ്ങൾ. 3. കലാവിമർശനം. 4. കലാപീഠങ്ങൾ. 5. മതങ്ങളുടെ ഇടപെടലുകൾ. കല ആദായകരമായ ഒരു തൊഴിലായി തീർന്നത്. കലാകാരന്മാർക്ക് കിട്ടുന്ന സ്ഥാനമാനങ്ങൾ, കലാവിമർശനം, കലാപീഠങ്ങൾ, മതങ്ങളുടെ ഇടപെടലുകൾ. ഇതിൻ്റെ ഉത്തരമായി വരുന്നത് കല ആദായകരമായ ഒരു തൊഴിലായി തീർന്നത്, അതുപോലെ തന്നെ കലാവിമർശനം, കലാപീഠങ്ങൾ എന്നിവയാണ്. ജൂൺ 2023 ചോദ്യപേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇനി പറയുന്നത്. സൗരസിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? മാക്സ് മുള്ളർ, ലേവി-സ്ട്രോസ്, മിൽമൽ പ്യാരി, പ്രോപ്പ്. മാക്സ് മുള്ളർ, ലേവി-സ്ട്രോസ്, മിൽമൽ പ്യാരി, പ്രോപ്പ്. മുൻകാല ചോദ്യമാണ്. ഉത്തരം മാക്സ് മുള്ളറാണ്. അടുത്ത ചോദ്യം, എക്സിസ്റ്റൻഷ്യലിസത്തിൻ്റെ വക്താക്കൾ.
എക്സിസ്റ്റൻഷ്യലിസത്തിൻ്റെ വക്താക്കൾ 5 പേരുകൾ നൽകിയിട്ടുണ്ട്. സോറൻ കീർക്കഗാർഡ്, എമിലി സോള, ആന്ദ്രേ ബ്രട്ടൻ, സാർവദോൽ ദാലി, ഴാങ് പോൾ സാർത്ര്. ഉത്തരം നൽകിയത് അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് സോറൻ കീർക്കഗാർഡും ഴാങ് പോൾ സാർത്രുമാണ്. സോറൻ കീർക്കഗാർഡും ഴാങ് പോൾ സാർത്രുമാണ്. അടുത്ത ചോദ്യം, നാടോടി കഥകളെ ഏകകാലികമായും ഘടനാപരമായും വിശകലനം ചെയ്യാൻ പ്രോപ്പ് കണ്ടെത്തിയ ഏകകമാണ് ഫങ്ഷൻ, മോട്ടീഫ്, ജനുസ്, ടെയിൽ ടൈപ്പ്. നാടോടി കഥകളെ ഏകകാലികമായും ഘടനാപരവുമായും വിശകലനം ചെയ്യാൻ പ്രോപ്പ് കണ്ടെത്തിയ ഏകകമാണ് ഫങ്ഷൻ. ഫങ്ഷനാണ് ഉത്തരം. അടുത്ത ചോദ്യം, അരിസ്റ്റോട്ടലിൻ്റേതല്ലാത്ത സങ്കല്പനം ഏതാണ്? അരിസ്റ്റോട്ടലിൻ്റേത് അല്ലാത്ത സങ്കല്പനം: റിവേഴ്സൽ, പോയസിസ്, കഥാർസിസ്, ഹമേർഷ്യ. റിവേഴ്സൽ, പോയസിസ്, കഥാർസിസ്, ഹമേർഷ്യ. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് പോയസിസ് ആണ്. അത് ഹോറസിൻ്റേതായിട്ടുള്ള സങ്കല്പനമാണ്. ഹോറസാണ് അത് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ആഴ്സ് പോയറ്റിക്ക എന്ന് പറഞ്ഞ കൃതിയിലാണ് ഈ ഒരു പോയസിസിനെ കുറിച്ച് സംസാരിക്കുന്നത്. അടുത്ത ചോദ്യം, ഫ്രാങ്ക്ഫുർട്ട് ചിന്തകർ വികസിപ്പിച്ച വിമർശനാത്മക സിദ്ധാന്തത്തിൻ്റെ ചില മുഖ്യ സ്വഭാവങ്ങൾ ആണ് തന്നിരിക്കുന്നത്. ഫ്രാങ്ക്ഫുർട്ട് ചിന്തകർ വികസിപ്പിച്ച വിമർശനാത്മക സിദ്ധാന്തത്തിൻ്റെ മുഖ്യ സ്വഭാവങ്ങൾ: 1. മാർക്സിസത്തെ സൂത്രരൂപത്തിൽ യാന്ത്രികമായി പ്രയോഗിക്കുന്നതിനോടുള്ള എതിർപ്പ്. മാർക്സിസത്തെ സൂത്രരൂപത്തിൽ യാന്ത്രികമായി പ്രയോഗിക്കുന്നതിനോടുള്ള എതിർപ്പ്. പ്രത്യയശാസ്ത്ര വിമർശനം, അന്തർവിഷയ ഗവേഷണം തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം. പ്രത്യയശാസ്ത്ര വിമർശനം, അന്തർവിഷയ ഗവേഷണം തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം. സമൂഹത്തെ മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തിനപ്പുറം അതിനെ മാറ്റിമറിക്കുക എന്ന ലക്ഷ്യത്തിന് പ്രാധാന്യം. സമൂഹത്തെ മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തിനപ്പുറം അതിനെ മാറ്റിമറിക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ പ്രാധാന്യം. മനഃശാസ്ത്ര സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സാമൂഹിക വിമർശനം. മനഃശാസ്ത്ര സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സാമൂഹിക വിമർശനം. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് മാർക്സിസത്തെ സൂത്രരൂപത്തിൽ യാന്ത്രികമായി പ്രയോഗിക്കുന്നതിനോടുള്ള എതിർപ്പ്, മനഃശാസ്ത്ര സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സാമൂഹിക വിമർശനം എന്നിവയാണ് ഉത്തരം. അടുത്ത ചോദ്യം, അരിസ്റ്റോട്ടലിൻ്റെ ട്രാജഡിയെക്കുറിച്ചുള്ള നിർവചനത്തിൽ ഉൾപ്പെടുന്നത് എന്ത് എന്നുള്ളതാണ്. ഗൗരവമുള്ള ക്രിയയുടെ അനുകരണം, സ്വയം പൂർണ്ണവും നിശ്ചിത ദൈർഘ്യമുള്ളതുമാവണം ക്രിയ, ക്രിയയേക്കാൾ പ്രാധാന്യം ആഖ്യാനത്തിനാണ്, കരുണയും ഭീതിയും ഉത്തേജിപ്പിക്കുന്ന വിധമാകണം ക്രിയയുടെ വികാസം. അരിസ്റ്റോട്ടലിൻ്റെ ട്രാജഡിയെക്കുറിച്ചുള്ള നിർവചനത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയെന്നുള്ളതാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഗൗരവമുള്ള ക്രിയയുടെ അനുകരണം, സ്വയം പൂർണ്ണവും നിശ്ചിത ദൈർഘ്യമുള്ളതുമാവണം ക്രിയ, കരുണവും ഭീതിയും ഉത്തേജിപ്പിക്കുന്ന വിധമാകണം ക്രിയയുടെ വികാസം. ABD ആണ് ഇതിൻ്റെ ശരിയായിട്ട് വരുന്നത്. ഈ ചോദ്യപേപ്പറിൽ നിന്ന് ഇത്ര ചോദ്യങ്ങളേ ഉള്ളൂ. അടുത്ത ചോദ്യപേപ്പർ ഡിസംബർ 2023 നടന്ന ചോദ്യപേപ്പറാണ്. NT എക്സാമിന് ചോദിച്ച ചോദ്യപേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഘടനാവാദാനന്തര ചിന്തകർ. ഘടനാവാദാനന്തര ചിന്തകർ: ദെല്യൂസ്, മാത്യു അർണോൾഡ്, ഴാക്ക് ലക്കാൻ, ജൂഡിറ്റ് ബട്ട്ലർ, സിഗ്മണ്ട് ഫ്രോയിഡ്. ദെല്യൂസ്, മാത്യു അർണോൾഡ്, ഴാക്ക് ലക്കാൻ, ജൂഡിത്ത് ബട്ട്ലർ, സിഗ്മണ്ട് ഫ്രോയിഡ്. ഉത്തരം ദെല്യൂസ്, ഴാക്ക് ലക്കാൻ, ജൂഡിത്ത് ബട്ട്ലർ എന്നിവരാണ്. ജൂഡിത്ത് ബട്ട്ലർ എന്നിവരാണ്. അടുത്ത ചോദ്യം, ദ ഫെമിനിൻ മിസ്റ്റിക് എന്ന കൃതി രചിച്ചത്.
ദ ഫെമിനിൻ മിസ്റ്റിക് എന്ന കൃതി രചിച്ചത് സിമോൺ ദി ബൂവ, ബെൽ ഹൂക്സ്, ബെറ്റി ഫ്രീഡൻ, ഹെലൻ സീസക്സ്. സിമോൺ ദി ബൂവ, ബെൽ ഹൂക്സ്, ബെറ്റി ഫ്രീഡൻ, ഹെലൻ സീസക്സ് എന്നതാണ് ഓപ്ഷനിൽ നൽകിയേക്കുന്നത്. ഈ ചോദ്യം ഇതിനു മുൻപും ഫെമിനിൻ മിസ്റ്റിക് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യം കൂടിയാണ്. ബെറ്റി ഫ്രീഡനാണ് ദി ഫെമിനിൻ മിസ്റ്റിക് എന്നുള്ള കൃതി രചിച്ചത്. ബെറ്റി ഫ്രീഡൻ. അടുത്ത ചോദ്യം, വായനക്കാരൻ്റെ സർവ്വപ്രാധാന്യം ഉറപ്പിക്കുന്ന റിസപ്ഷൻ തിയറിയുടെ പ്രയോക്താവ്. വായനക്കാരൻ്റെ സർവ്വപ്രാധാന്യം ഉറപ്പിക്കുന്ന റിസപ്ഷൻ തിയറിയുടെ പ്രയോക്താവ് ആര്? ഴാക്ക് ദെറിദ, ഹാൻസ് റോബർട്ട് ജാക്സ്, റോളാങ് ബാർത്ത്, ലിയോ സ്പിറ്റ്സർ. ഴാക്ക് ദെറിദ, ഹാൻസ് റോബർട്ട് ജാക്സ്, റോളാങ് ബാർത്ത്, ലിയോ സ്പിറ്റ്സർ. ഉത്തരം വരിക ഹാൻസ് റോബർട്ട് ജാക്സ് എന്നുള്ളതാണ്. ഹാൻസ് റോബർട്ട് ജാക്സ് എന്നുള്ളതാണ് ഉത്തരം. അടുത്ത ചോദ്യപേപ്പർ ജൂൺ 2024 ക്യാൻസൽ ചെയ്ത പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇനി പറയുന്നത്. പുരാവൃത്തങ്ങളോടും അതായത് മിത്ത്, യക്ഷിക്കഥകളോടും അതായത് ഫെയറി ടെയിൽസ്, രഹസ്യജ്ഞാന ഉപദേശങ്ങളോടും പ്രാഗ് രൂപങ്ങൾക്ക് സംബന്ധമുണ്ടെന്ന് നിരീക്ഷിച്ചത് ആര്? പുരാവൃത്തങ്ങളോടും യക്ഷിക്കഥകളോടും രഹസ്യജ്ഞാനോപദേശങ്ങളോടും പ്രാഗ് രൂപങ്ങൾക്ക് സംബന്ധമുണ്ടെന്ന് നിരീക്ഷിച്ചത് ആര്? സി.ജെ. യുങ്, ഫ്രോയിഡ്, കീർക്കഗാർ, നീഷെ. ഉത്തരം വരുന്നത് സി.ജെ. യുങ് ആണ്. സി.ജെ. യുങ് ആണ്. ആദിപ്രരൂപങ്ങൾ അതുപോലെ ആർക്കിടൈപ്പ് എന്നൊക്കെ പറഞ്ഞതും സി.ജെ. യുങ് ആണ് ഈ ഒരു കാര്യത്തിൽ വരുന്നത്. അടുത്ത ചോദ്യം, അരിസ്റ്റോട്ടലിൻ്റെ ദുരന്ത നാടക സങ്കല്പത്തിലെ ഐക്യത്രയത്തിൽ ഉൾപ്പെടാത്തത് ഏത്? കാലം, ഇതിവൃത്തം, ക്രിയ, സ്ഥലം. സ്ഥലകാല ക്രിയൈക്കമാണ് ഐക്യത്രയത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഉത്തരം ഇതിവൃത്തം എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, അർത്ഥത്തിൻ്റെ അനന്തമായ സ്ഥാനാന്തരീകരണമാണ് എഴുത്ത് എന്ന് നിരീക്ഷിച്ചത് സൊസ്യൂർ, ദെറിദ, സ്റ്റീഫൻ എ നിമിസ്, മിഖായൽ റിഫാറ്റർ. അർത്ഥത്തിൻ്റെ അനന്തമായ സ്ഥാനാന്തരീകരണമാണ് എഴുത്ത്. ഇത് 3-ാം പ്രാവശ്യമാണ് വന്നിരിക്കുന്നത്. അത് നിരീക്ഷിച്ചത് ദെറിദയാണ്. ദെറിദ. ഇത്രയും ചോദ്യങ്ങളാണ് പാശ്ചാത്യ സാഹിത്യത്തിൽ നിന്ന് ഇതുവരെ ഈ 20 വർഷങ്ങൾക്കിടയിൽ UGC നെറ്റിന് ചോദിച്ചിരിക്കുന്നത്. എഴുതി വെച്ച് പഠിക്കുക, കേട്ട് പഠിക്കുക. പരീക്ഷയ്ക്ക് മുമ്പ് മറ്റ് ചോദ്യങ്ങളും ഇതുപോലെ തന്നെ അപ്ലോഡ് ചെയ്ത് തരാൻ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനമാകുന്നെങ്കിൽ കൂട്ടുകാർക്ക് കൂടി അയച്ചു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാണുന്നവർ ഓരോരുത്തരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്കുകൾ എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ള പ്രചോദനമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.